Hi, good evening all. Module exam discussion ആണ് module question session 5 ന്റെ discussion ആണ് chemistry chapters D and F block elements electrochemistry and metallurgy. So ഇത്രയും ചാപ്റ്റർ ഉണ്ട് മെറ്റലർജി ഇലക്ട്രോകെമിസ്ട്രി ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെന്റ്സിന്റെ ചാപ്റ്ററിൽ വന്നിട്ടുള്ള ആ മൊഡ്യൂൾ 5 ഉണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ, തുടങ്ങല്ലേ, എക്സാംസ് എല്ലാവരും എഴുതിയതല്ലേ? അപ്പോൾ അതിൽ ഡൗട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ച് കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റിലേറ്റീവ്ലി ഇനോർഗാനിക് ആണ് രണ്ട് ചാപ്റ്റേഴ്സ് വന്നിട്ടുള്ളത്, ഡി ആൻഡ് എഫ് ആൻഡ് മെറ്റലർജി. സോ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കലിൽ അത്ര ബേസിക് ന്യൂമറിക്കൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചാപ്റ്ററാണ് മെറ്റലർജി. ഇപ്പോൾ ഡി ആൻഡ് എഫിൽ ആ പെർമാംഗനേറ്റിൻ്റെയും ഡൈക്രോമേറ്റിൻ്റെയും റിയാക്ഷൻസ് ഒക്കെ ന്യൂമറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. ആ റിഡോക്സ് ആസ്പെക്റ്റ് ഉള്ളത് കൊണ്ടും അതിന് ബേസിക് കോൺസെപ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ചേർത്ത് വരാം. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി ഫിസിക്കൽ കെമിസ്ട്രി പാർട്ടാണ്, നമുക്കറിയാം അത്യാവശ്യം ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും വരാൻ പോസിബിലിറ്റി ഉള്ള ചാപ്റ്ററാണ് എന്ത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? നൗ ക്വസ്റ്റ്യനിലേക്ക്. Question number 1. Match column 1 with column 2, column 1 with column 2 and select the correct answers by choosing the codes given below. Okay. ഇവിടെ titanium, silicon, aluminum and lead is simply given some metals. Then bauxite, cerussite simply ores or minerals. Vernacle and zone refining, this is simply extractive metallurgy part. അല്ലേ? ഒന്ന് മാച്ച് ചെയ്യിക്കാം. ടൈറ്റാനിയം ഇറ്റ് ഈസ് കണക്റ്റഡ് ടൈം ഏതാണ്? ഇറ്റ് ഈസ് vernacle മെത്തേഡ് ആണ്, ദാറ്റ്സ് എക്സ്ട്രാക്റ്റീവ് മെറ്റലർജി ആണ് അല്ലേ? Titanium is refined by vernacle process. Then silicon is a semiconductor forming and zone refining. Then aluminum is ore is bauxite and lead it is cerussite PbCO3. Lead PbCO3, lead and carbonate cerussite PbCO3. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് AR then BS CP and DQ. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ എന്താണ്. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഓറുകളും പ്രോസസ്സും നമ്മൾ അതിനെക്കുറിച്ച് ബോധഡായിരിക്കണം. നമ്മുടെ NCERT കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കോമ്പൗണ്ട് ഓർസ് നമ്മുടെ ലിസ്റ്റിൽ വേണം. മെറ്റലർജിയിൽ മാത്രമല്ല, ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ പറയുന്നുണ്ട് ക്രോമിയത്തിൻ്റെ ഓർ ക്രോമൈറ്റ് ഓർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ മാംഗനീസിൻ്റെ പൈറോളിസൈറ്റ് ഓർ പറയുന്നുണ്ട്. പി ബ്ലോക്കിലും എസ് ബ്ലോക്കിലും എല്ലാം അവരുടെ നാച്ചുറൽ എക്സിസ്റ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കാണാം. അപ്പോൾ അത്തരം എല്ലാം എന്ത് ചെയ്യണം, അത്തരം കേസസ് എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ് നോട്ട്സിലെല്ലാം അതുണ്ടായിട്ടുണ്ടാവും ചെയ്യും. സോ ശ്രദ്ധിക്കുക അതെല്ലാം. ഓക്കെ, ഇനി ഒരു കേസ് വിച്ച് കൺസിസ്റ്റ് ഓൺലി വൺ എലിമെന്റ്. മാർബിൾ സിംപിളി കാൽസ്യം കാർബണേറ്റിൻ്റെ നാച്ചുറൽ എക്സിസ്റ്റിംഗ് ഫോം ആണ് മാർബിൾ എന്ന് പറഞ്ഞാൽ. സാൻഡ് എസ്പെഷ്യലി സിലിക്കയാണ്, സിലിക്ക ഓർ അലുമിനോ സിലിക്കേറ്റ്സ് ആണ്, മെയിൻലി സിലിക്കയാണ് വരിക. പിന്നെ ഡയമണ്ട് ഇറ്റ്സ് ഫുള്ളി ഓഫ് കാർബൺ മാത്രമാണ്. ആൻഡ് ഗ്ലാസ് അഗെയിൻ സിലിക്കേറ്റ്സ് ആണ്, പി ബ്ലോക്ക് ആണ് അല്ലേ, സിലിക്കേറ്റ്സ് വരാം, സിലിക്കേറ്റ്സ്. ഓക്കെ, ഇവിടെ ഡയമണ്ട് ആണ് ആൻസർ വരെ. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഡയമണ്ട്. ഇറ്റ് ഈസ് ഓൺലി വൺ എലിമെന്റ് മാത്രം. സിംപ്ലി കോമ്പോസിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യം അവിടെ ഇല്ലല്ലോ, ഇല്ല. നെക്സ്റ്റ്, കോൺസ്റ്റന്റ് ആൻഡ് ഇസ് എൻ അലോയ് ഓഫ്. ഇത് ആരുടെ അലോയ് ആണെന്നുള്ളതാണ്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. കോൺസ്റ്റന്റ് അലോയ് ഈസ് കോപ്പർ ആൻഡ് നിക്കലാണ്, കുപ്രോ നിക്കൽ എന്ന് പറയും, കോപ്പർ ആൻഡ് നിക്കലാണ്. അപ്പോൾ ഇവിടെ അലോയ്സ് നമ്മുടെ മെറ്റലർജിയിൽ കുറച്ച് അലോയ് ഇല്ല, അതിൽ എസ്പെഷ്യലി പറയുന്നത് അയൺ ഉണ്ട്, കുറച്ച് സ്റ്റീലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ എന്തുണ്ട്, അലോയ്സ് എന്ന ടോപ്പിക് ഉണ്ട്. എക്സാമ്പിളായിട്ട് 1-2 അലോയ്, ബ്രാസ്, ബ്രോൺസ്, ജർമ്മൻ സിൽവർ തുടങ്ങിയ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെഫറൻസ് മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഓഫ് അലോയ്സ് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അതിൽ വരുന്നതാണ് ബെൽ മെറ്റൽ, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് അലോയ്, അതുപോലെ തന്നെ സോൾഡർ തുടങ്ങിയ കുറേ ടേംസ് ഉണ്ട്. NCERT ഡയറക്റ്റ് വന്നിട്ടില്ല, ബട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കിൽ കാണാൻ കഴിയുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് റീസെൻറ്റ് അനാലിസിസ് മീൻസ് ബേസ്ഡ് ഓൺ NCERT ആണല്ലോ. അപ്പം നമ്മുടെ പ്രതീക്ഷ ഔട്ട് പോവില്ല എന്നുള്ളതാണ്. ബട്ട് ചിലപ്പോഴൊക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് റീസെൻ്റിൽ എന്ത് കാണാം, ഇടയ്ക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഔട്ട് കാണാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇറ്റ് ഈസ് കോപ്പർ ആൻഡ് നിക്കൽ. ഇനി which of the following process involves roasting? So again from metallurgy and a question, roasting and calcination. It is second step of metallurgical extraction ആണ്.
Extraction means concentration, extraction, refining. Extraction 2 സ്റ്റെപ്പ് ഉണ്ട്. Converting ore into metal oxide, then metal oxide into metal reduction ആണ് വരിക. ശരിയല്ലേ? അപ്പോൾ ഇതിൽ conversion of ore into metal oxide, ore into metal oxide reduction. അതിന് തൊട്ട് മുന്നത്തെ ore into metal oxide നമുക്ക് 2 രീതിയിൽ കണ്ടക്ട് ചെയ്യാം. Ore to metal oxide. 2 പ്രോഗ്രാം നമ്മുടെ മുന്നിലുള്ള, ഒന്ന് റോസ്റ്റിംഗ് ആണ്, 2 കാൽസിനേഷൻ ആണ്. മെറ്റൽ സൾഫൈഡ്സിന്റെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? റോസ്റ്റിംഗ് യൂസ് ചെയ്യുക. ഹീറ്റിംഗ് ദ ഓർ ഇൻ പ്രസൻസ് ഓഫ് എയർ. ഹീറ്റിംഗ് ദി ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. സോ മെറ്റൽ ഓക്സൈഡ് ആവും, സൾഫറും അതിൻ്റെ ഓക്സൈഡ് ആവും. അതാ സംഭവിക്കുക. When the metal sulfide ore is heated in presence of oxygen, metal converted into metal oxide and sulfur into sulfur dioxide. Calcination means heating in the absence of air ആണ്. അത് മെറ്റൽ കാർബണേറ്റിന് യൂസ് ചെയ്യാം, where it decomposes to become metal oxide and carbon dioxide, or metal compound like M2O3 dot hydrates. ഈ വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ റിമൂവ് ചെയ്യുമ്പോൾ ആരെ യൂസ് ചെയ്യാം? കാൽസിനേഷൻ യൂസ് ചെയ്യാം. സോ വാട്ട് ഈസ് കാൽസിനേഷൻ? ഹിറ്റിംഗ് ദി ഓർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ ആണ്, ടു റിമൂവ് ദ ഗേഷ്യസ് വോളറ്റൈൽ കോമ്പണൻസ് ആണ്. അപ്പോൾ ഇവിടെ ആബ്സെൻസ് ഓഫ് എയറിലാണ് ഹീറ്റ് ചെയ്യുന്നത്. ഇവിടെ റോസ്റ്റിംഗ് എന്താണ്? ഇൻ പ്രസൻസ് ഓഫ് എയർ ആണ്. ദെൻ ഓൺലി സൾഫർ ബിക്കം സൾഫർ ഡയോക്സൈഡ്, മെറ്റൽ ബിക്കം മെറ്റൽ ഓക്സൈഡ്. ഇനി കാൽസിനേഷനിൽ എയർ നിർബന്ധമില്ല, അതല്ലെങ്കിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ എന്നല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ എയർ പ്രസന്റ് ആയാലും വല്ല പ്രോബ്ലം ഉണ്ടോ? അവിടെ നമ്മൾ ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ CO2 ആണ് വൺ ഓഫ് ദി ഗേഷ്യസ് പ്രൊഡക്റ്റ്. അപ്പോൾ ഓൾറെഡി ആ മെറ്റൽ കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടെങ്കിൽ, മെറ്റൽ കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ ഫോർവേഡ് നടക്കില്ല, ഫോർവേഡ് ബ്ലോക്ക് ചെയ്യപ്പെടും. ലേഷാർട്ട്ലെസ് കോൺസെപ്റ്റ്. റിയാക്ഷൻ റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാറും ഇവിടെ. വൈ? അത് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ബാക്ക്വേർഡാണ് ഷിഫ്റ്റ് ചെയ്യാൻ ടെൻഡൻസി കൂടുതൽ വരിക. അപ്പോൾ അവിടെ അത്തരം ഒരു ഗേഷ്യസ് ഓക്സൈഡ് അവിടെ ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ അതല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗേഷ്യസ് കോമ്പണൻസ് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എയർ കോമ്പണൻസ് മീൻസ് ആ റിയാക്ഷൻ ഡീകമ്പോസ് ചെയ്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഗേഷ്യസ് പ്രൊഡക്ട്സ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അവിടെ ഡീകമ്പോസിഷൻ നടക്കില്ല. ഇറ്റ് ഈസ് ബാക്ക്വേർഡ് ഷിഫ്റ്റ് വരും ഡ്യൂ ടു ലേഷാർട്ട്ലെസ് കോൺസെപ്റ്റ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. നൗ ഹിയർ വാട്ട് ഈസ് റോസ്റ്റിംഗ്? കാർബണേറ്റ് ഇറ്റ് ഈസ് കാൽസിനേഷൻ ആണ്. ഓക്സൈഡ് ദിസ് ഈസ് വാട്ട് ഈസ് റിഡക്ഷൻ ആണ്. ഓക്സൈഡ് ഇൻ ടു ദി സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് എക്സ്ട്രാക്ഷൻ റിഡക്ഷൻ ആണ്. സൾഫൈഡ് ഇൻ ടു ഓക്സൈഡ് ഇറ്റ് ഈസ് കോൾഡ് റോസ്റ്റിംഗ്. ദിസ് വൺ അഗെയിൻ കാൽസിനേഷൻ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. മെറ്റൽ സൾഫൈഡ് ഇൻ ടു മെറ്റൽ ഓക്സൈഡ്. ഇവിടെ ലെഡ് സൾഫൈഡിന്റെ പേരറിയില്ല, ഇറ്റ് ഈസ് ഗലേന. പേരറിയില്ലേ? ഗലേന. ഇനി question number 5, when a metal is extracted from its ore, if the gang associated with the ore is silica, then ഇവിടെ നമ്മൾക്കറിയാം ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലക്സ് എന്ന് പറയും. അപ്പോൾ ഒരു കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? സ്ലാഗ് ഫോം ചെയ്യും. സ്ലാഗ്. ഈ ഗ്യാങ് അസിഡിക് ആവാറുണ്ട്, ഗ്യാങ് ബേസിക് ആവാറുമുണ്ട്. ഗ്യാങ് ആസിഡിക് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഫ്ലക്സ് മസ്റ്റായിട്ടും എന്താവണം? ഇറ്റ് ഷുഡ് ബി ബേസിക്. ഗ്യാങ് ബേസിക് ആണെങ്കിലോ ഫ്ലക്സ് ഷുഡ് ബി ആസിഡിക്. ഓക്കെ, അത്രേ കണ്ടീഷനുള്ളൂ. ഇവിടെ സിലിക്കയാണ് ഗ്യാങ്, സിലിക്ക ആസിഡിക്ക. അപ്പം നമ്മൾ ആഡ് ചെയ്യേണ്ട ഫ്ലക്സ് എന്താവണം? ബേസിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബേസിക്. എ ബേസിക് ഫ്ലക്സ് ഈസ് നീഡഡ്. കറക്റ്റ് അല്ലേ? ആസിഡ് ഫ്ലക്സ് പറ്റില്ല, നെയ്തർ പറ്റില്ല, ബോത്തും പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ബേസിക്. ഓപ്ഷൻ എ ബേസിക് ഫ്ലക്സ് ഈസ് റിക്വയർഡ്. എ ബേസിക് ഫ്ലക്സ് ഈസ് നീഡഡ്. മനസ്സിലായോ? സോ മോർ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. സിമ്പിൾ ടോപ്പിക് ആണ്, സോ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. നൗ ദ സബ്സ്റ്റൻസ് used as froth stabilizer in froth flotation process is. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഒരു ട്രാപ്പാണ്, ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചുകൊണ്ടത്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമുക്കറിയാം വാട്ടർ ആൻഡ് ഓയിൽ, ദെൻ ഓർ ആൻഡ് ഇമ്പ്യൂരിറ്റി. 4 സ്പീഷീസ് അവിടെ ഉണ്ട്. വാട്ടർ, ഇമ്പ്യൂരിറ്റി, ഓയിൽ, ഓർ. ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ വെറ്റിംഗ് എബിലിറ്റി എന്ന് പറയും. പ്രിഫറൻഷ്യൽ വെറ്റിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി മോർ വെറ്റഡ് ബൈ വാട്ടർ ആയിരിക്കും,
അതേസമയം ഓർ പാർട്ടിക്കിൾസ് ആർ വെൽ വെറ്റഡ് ബൈ ഓയിൽ അല്ലെങ്കിൽ വെൽ അഡ്സോർബ്ഡ് ബൈ ഓയിൽ എന്ന് പറയാം. അപ്പോൾ ഓയിലിന് ഓറിനോടാണ് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ നടക്കുക. ഓർ പാർട്ടിക്കിൾസ് ആർ അഡ്സോർബ്ഡ് ബൈ ഓയിൽ ആഡഡ്. വാട്ടറിനോ ഓയിലുമായിട്ട് ഫോബിക് നേച്ചറാണ്, വാട്ടറുമായിട്ട് ഇമ്പ്യൂരിറ്റി വെൽ വെറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അക്വ സസ്പെൻഷൻ ഓഫ് ഓറിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് അജിറ്റേറ്റ് ചെയ്താൽ ആ മിക്സറിൽ നിന്ന് ഓർ പാർട്ടിക്കിൾസ് സെലക്റ്റീവായിട്ട് ഓയിൽ എന്ത് ചെയ്യും, അഡ്സോർബ് ചെയ്യും. ഓയിൽ ഫ്ലോത്ത് ചെയ്യും, ഫ്ലോട്ട് ചെയ്യും, ഫ്ലോട്ടഡ് ഫ്ലോത്തിൽ ആരുണ്ടാവും, അഡ്സോർബ്ഡ് ഓർ ഉണ്ടാവും, ഡിസ്പ്ലേസ് ചെയ്യുക ഓർ സെപ്പറേറ്റായി. ഇതാണ് എന്ത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ്റെ ബേസിക് ഐഡിയ. ഇനി അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന കുറച്ച് അഡിറ്റീവ്സ് ഉണ്ട്. ഒന്ന് ഫ്രോത്തിങ് ഏജൻറ്റ് തന്നെയാണ്. പൈൻ ഓയിൽ, സാൻഡേറ്റ് എന്നൊക്കെ പറയുന്ന ഫ്രോത്തിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്യാം. ആൻഡ് അഗെയിൻ ഫ്രോത്ത് സ്റ്റെബിലൈസർ ആയിട്ട് അനിലിൻ ആൻഡ് ക്രസോൾസ് യൂസ്ഡ് ആസ് ഫ്രോത്ത് സ്റ്റെബിലൈസർ ടു സ്റ്റെബിലൈസ് ദ ഫ്രോത്ത്. പിന്നെ മറ്റൊരു ടീമാണ് കളക്ടർ ടു എൻഹാൻസ് ദ അഡ്സോർബിങ് എബിലിറ്റി. ഇപ്പോൾ ഇവിടെ ഓയിൽ ആൻഡ് ഓർ തമ്മിലുള്ള അഡ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചും പറയാം വാട്ടറും ഓറും തമ്മിൽ ഫോബിക് നേച്ചറാണ് വരിക. വാട്ടറും ഓറും തമ്മിൽ എന്താണ് ഒരു ഫോബിക് നേച്ചറാണ്. സോ നോൺ വെറ്റിംഗ് എബിലിറ്റി ഓഫ് ഓർ ബൈ വാട്ടർ അതിനെ ബൂസ്റ്റ് ചെയ്യുക, ഓറിനോട് മാക്സിമം റിപ്പല്ലിങ് ഇൻട്രാക്ഷൻ ആയി കൊടുക്കുക. സോ അപ്പോൾ നമ്മൾ ഈ കളക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടറും ഓറും തമ്മിൽ എന്തൊരു മാക്സിമം റിപ്പല്ലിങ് ക്വാളിറ്റി വരും. അതുവഴി ഓറ് പുഷ് ചെയ്യപ്പെടും, ഫോഴ്സ് ചെയ്യപ്പെടും ടു എൻ്റർ ഇൻ ടു ഓയിൽ ഓർ ഫ്രോത്തിലേക്ക്. അങ്ങനെ ഓയിലിൻ്റെ കൂടെ ഓറ് നിർബന്ധിതാവസ്ഥയിൽ എന്ത് ചെയ്യും, കയറി പോവുകയാണ് ചെയ്യുക. എനിവേ കളക്ടർ മീൻസ് യൂസ്ഡ് ടു എൻഹാൻസ് നോൺ വെറ്റിംഗ് എബിലിറ്റി ഓഫ് ഓർ ബൈ വാട്ടർ ആണ് കളക്ടറിൻ്റെ യൂസ് വരുന്നത്. കേട്ടല്ലോ. ഇവിടെ ഫ്രോത്ത് സ്റ്റെബിലൈസർ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് അനിലിൻ ആൾസോ കാൽസ്യം അനിലിൻ ആൻഡ് ക്രസോൾ യൂസ് ചെയ്യാം. പിന്നെ അവിടെ വരുന്ന മറ്റൊരു ടൈമാണ് ഡിപ്രസൻസ്. മിക്സഡ് സൾഫൈഡ്സിൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ് ആൻഡ് ലെഡ് സൾഫൈഡ് മിക്സർ വന്നാൽ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പറ്റുമോ സൾഫൈഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ? രണ്ടും സൾഫൈഡാ. അപ്പോൾ നമ്മുടെ കണക്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ സൾഫൈഡ്സിനാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ട് അജിറ്റേറ്റ് ചെയ്താൽ ആ ഓയിലിലേക്ക് സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും ഒരുപോലെ അഡ്സോർബ് ചെയ്യപ്പെട്ടാൽ യു കാനോട്ട് സെപ്പറേറ്റ് ലെഡ് സൾഫൈഡ് ആൻഡ് സിങ്ക് സൾഫൈഡ് ഫർദർ. അവിടെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഹൗ ടു സെപ്പറേറ്റ് ദീസ് ടു സൾഫൈഡ് മിക്സ്ചർ? അവിടെ രണ്ട് വേസ് NCERT പരിചയപ്പെടുത്തുന്നുണ്ട്. സൾഫൈഡ്സിന് സെപ്പറേറ്റ് രണ്ട് മെത്തേഡ് NCERT യിലുണ്ട്. ഒന്നാമത്തത് ബൈ അഡ്ജസ്റ്റിംഗ് ഓയിൽ ടു വാട്ടർ പ്രൊപ്പോർഷൻ ആണ്. ബൈ അഡ്ജസ്റ്റിംഗ് ഓയിൽ ടു വാട്ടർ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സൾഫൈഡിന് മാസ് സെയിം അല്ല, സൈസ് സെയിം അല്ല, ബോണ്ട് പൊളാരിറ്റി സെയിം അല്ല. അപ്പോൾ ഓയിലുമായിട്ടുള്ള എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ സെയിം അല്ല. മോർ പോളാർ വണ്ണിന് ഹെവിയർ വണ്ണിന് എന്ത് ചെയ്യാം, ഓയിലുമായിട്ട് മോർ അഡ്സോർബ് ചെയ്യപ്പെടാം. അങ്ങനെ അഡ്സോർബ് ചെയ്യപ്പെട്ടാൽ ദാറ്റ്സ് മോസ്റ്റ് പ്രിഫറബിളി അഡ്സോർബ്ഡ് വണ്ണ്. അപ്പോൾ നമ്മൾ ഓയിൽ വാട്ടറിലേക്ക് അക്വ സസ്പെൻഷനിലേക്ക് ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി ഓയിൽ ആഡ് ചെയ്താൽ ഇവിടെ സിങ്ക് സൾഫൈഡോ ലെഡ് സൾഫൈഡോ ഇതിൽ ആരാണ് അഡ്സോർബ് ചെയ്യപ്പെടാൻ ചാൻസ് കൂടുതൽ? ആർക്കാണോ മാക്സിമം പ്രിഫറൻസ് ഉള്ളത്, ദ മോസ്റ്റ് പ്രിഫേർഡ് വൺ ഗെറ്റ് അഡ്സോർബ്ഡ് ഫസ്റ്റ്. അറ്റ് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് ഓയിൽ ദ മോസ്റ്റ് പ്രിഫേർഡ് വൺ അഡ്സോർബ്ഡ്. അപ്പോൾ ആദ്യം ഫ്ലോട്ട് ചെയ്യുക മോസ്റ്റ് പ്രിഫറൻഷ്യലി അഡ്സോർബ്ഡ് ആയിരിക്കും. ഇഫ് യു ടേക്ക് എക്സസ് ഓഫ് ഓയിൽ ബോത്ത് ഗെറ്റ് അഡ്സോർബ്ഡ്, രണ്ടാളും കയറിപ്പോവും. ഇതാണ് ഒരു മാർഗം NCERT പറയുന്നത്. എന്താണ് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ്റെ ഡിഫറൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓയിൽ ടു വാട്ടർ പ്രൊപ്പോർഷൻ മാറ്റിയാൽ അതൊരു ബേസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഒന്ന്. രണ്ടാമത് എന്താണ് യൂസിങ് ഓഫ് ഡിപ്രസൻ്റ് ആണ്. നമ്മൾ അതിലേക്ക് ഡിപ്രസൻ്റ് ആഡ് ചെയ്താൽ ഫോർ എക്സാമ്പിൾ സോഡിയം സയനൈഡ് പറയുന്നുണ്ട്. സോഡിയം ഓർ പൊട്ടാസ്യം സയനൈഡ് യൂസ്ഡ് ആസ് ഡിപ്രസൻ്റ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സൾഫൈഡും എന്താണ് വാട്ടറുമായിട്ട് ഫോബിക് ആണ്, ഓയിലുമായിട്ട് ഫില്ലിക് ആണ്. വാട്ടറുമായിട്ട് ഫോബിക് ആണ്, ഓയിലുമായിട്ട് ഫില്ലിക് ആണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ നിൽക്കാണ്ട് രണ്ട് ഓയിലിൻ്റെ കൂടെ ഫ്ലോട്ട് ചെയ്യുന്നത്. സോഡിയം സയനൈഡ് ആഡ് ചെയ്താൽ ട്രാൻസിഷൻ മെറ്റൽ സൾഫൈഡായ സിങ്ക് സൾഫൈഡ് എന്ത് ചെയ്യും, കോംപ്ലക്സഡ് ആവും. Na2ZnCN 4 times സോഡിയം ടെട്രാസയനോസിങ്കേറ്റ്. ഇതൊരു അക്വസ് കോംപ്ലക്സാണ്, വാട്ടർ സെർബിൾ കോംപ്ലക്സാണ്. ഹൈഡ്രോഫിലിക് ആയിരുന്ന സിങ്ക് സൾഫൈഡിനെ സോഡിയം സയനൈഡ് കോംപ്ലക്സ് ആക്കിയപ്പോൾ അവർ വാട്ടർ സെർബിൾ കോംപ്ലക്സ് ആയിട്ട് മാറി. വാട്ടറുമായിട്ട് ഫീലിയ വന്ന് ഡിസോൾഡ് ഇൻ വാട്ടറായി. അതേസമയം ലെഡ് സൾഫൈഡ് എന്താണ്, ദേ ഡു നോട്ട് ഫോം കോംപ്ലക്സ് വിത്ത് സയനൈഡ് and remains as lead sulfide.
retains their quality as water repellent. അപ്പോൾ അയാൾ മാത്രമാണ് ഓയിലിൻ്റെ കൂടെ അബ്സോർബ് ചെയ്യപ്പെടുക. അപ്പോൾ സോഡിയം സയനൈഡ് നമ്മൾ ആഡ് ചെയ്താൽ യു ക്യാൻ സപ്രസ് വൺ ഓഫ് ദം ഫ്രം എൻട്രിങ് ദ ഫ്രോത്ത്. ഇപ്പോൾ കിട്ടിയോ? അതാണ് ഡിപ്രസൻസിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇവിടെ ആൻസർ എന്തായാലും ഫ്രോത്ത് സ്റ്റെബിലൈസർ ആണ്. ഇറ്റ് ഈസ് ആനിലിൻ ഈസ് ദി ആൻസർ. Now question number 7. Among the following groups of oxides, the groups containing oxides that cannot be reduced by carbon to give the respective metals. ഇവിടെ എല്ലിംഗാം ഡയഗ്രത്തിന്റെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറച്ച് സെറ്റ് ഓഫ് മെറ്റൽസ് തന്നിട്ടുണ്ട്. ആ മെറ്റൽസിന്റെ ഓക്സൈഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? കാർബൺ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. ഇതിൽ ഏത് മെറ്റൽസിന്റെ ഓക്സൈഡ്സിനെയാണ് കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എല്ലിംഗാം ഡയഗ്രത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും ജസ്റ്റ് ടൈപ്പ് ലൈൻസ് ആണ് കാണിക്കുക. ഒരാളെ ലൈൻ മാത്രം താഴേക്കാണ്. അത് ഓഫ് കാർബണിന്റെ ലൈനാണ് അല്ലേ? കാർബണിന്റെ ലൈൻ മാത്രം എങ്ങോട്ടാണ്? താഴേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോക്ക്, ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ എല്ലാവരും കാർബണിന്റെ ലൈനിന്റെ മുകളിൽ വരും. അന്ന് കാർബൺ എല്ലാവരെയും റെഡ്യൂസ് ചെയ്യും. ഇത് നമ്മുടെ തിയറി എന്ന് പറഞ്ഞാൽ താഴത്തെ ആൾക്ക് മുകളിലത്തെ ആൾ റെഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? എല്ലാ മെറ്റൽസിൻ്റെ ഓക്സൈഡ് ഫോർമേഷൻ ലൈനും എവിടെ വരും? എബോവ് കാർബൺ വരും. അത് ഏത് ടെമ്പറേച്ചർ ഒന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ആ ഒരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? അന്ന് കാർബൺ എല്ലാവരെയും റെഡ്യൂസ് ചെയ്യും. നമുക്ക് തിയറട്ടിക്കലി പറയാം. കാർബണിൻ്റെ ലൈനിൻ്റെ മുകളിൽ ആര് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? അവരെല്ലാം കാർബൺ റെഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പറയാം. ശരിയല്ലേ? ഇനി വിഷയം എന്താ വെച്ചാൽ ലോ ടെമ്പറേച്ചറോ ഹൈ ടെമ്പറേച്ചറും കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോ ടെമ്പറേച്ചർ കാർബൺ ഏറ്റവും ടോപ്പിലല്ലേ? ഹൈ ടെമ്പറേച്ചർ താഴെയല്ലേ? ഇവിടെ ഈ വരച്ച ലൈനുകൾ ABC എന്ന് പറഞ്ഞാൽ D and E. വാട്ട് അബൌട്ട് ദ റിയാക്ടിവിറ്റി ഓർഡർ ഫ്രം NCERT ബുക്ക് റെഫറൻസ്? റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ A less than B less than C less than D less than E ആയിരിക്കും. Among these, E is more reactive than D, more reactive than C, more reactive than B, more reactive than A. The less reactive one ആയിട്ടുള്ള A ആണ് ഏറ്റവും ടോപ്പിലുണ്ട്. ഏറ്റവും ടോപ്പിലുള്ള ഒരു ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. ഏറ്റവും താഴെയുള്ള ഒരു മോർ റിയാക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ റിയാക്റ്റീവ് മെറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ലോ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യും? എബോവ് കാർബണ് വരും. ലോ ടെമ്പറേച്ചർ തന്നെ അവർക്ക് എന്ത് വരാം? കാർബണിൻ്റെ മുകളിൽ വരാം. ഇഫ് ദേ ആർ ലെസ് റിയാക്റ്റീവ്. എന്നാൽ അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ അവരെ റെഡ്യൂസ് ചെയ്യാൻ ആരും മതി? കാർബൺ മതി. അപ്പോൾ കാർബണിനെ സംബന്ധിച്ച് എന്താണ്? വെരി ലെസ് റിയാക്റ്റീവ് മെറ്റൽസിൻ്റെ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ ഒരു പ്രയാസമില്ല. ജസ്റ്റ് ഒന്ന് വാം ചെയ്താൽ മതി. കാർബൺ ഈസ് റെഡി ടു അറ്റാക്ക് ദം. എന്നാൽ ഇഫ് ദ മെറ്റൽ ഈസ് ഹൈലി റിയാക്റ്റീവ്, ഇഫ് ഇറ്റ് ഈസ് എ, അവരെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യണം. എങ്കിലേ നമുക്കവിടെ എന്ത് വരുള്ളൂ? വെരി ഹൈ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്തെങ്കിലേ അവരുടെ ലൈനിൻ്റെ താഴേക്ക് ആര് വരുള്ളൂ? കാർബണിൻ്റെ ലൈന് വരുള്ളൂ. ദ മസ്റ്റ് ബി ഹീറ്റ് ടു വെരി ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിൻ്റെ കേസിൽ കാർബൺ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിക്വയർ വെരി ഹൈ ടെമ്പറേച്ചർ. അത് ഒന്നാമത്തെ ഒരു പ്രശ്നമാണ്. ഒരു ആവറേജ് മീഡിയം റിയാക്ടിവിറ്റിയോ അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ ലോ ടെമ്പറേച്ചർ ഒരു മീഡിയം ടെമ്പറേച്ചർ മതി. അവിടെ ഹൈലി റിയാക്റ്റീവ് ആണെങ്കിലോ ആ ലൈനിനെ ക്രോസ് ഓവർ നടക്കണമെങ്കിൽ കാർബൺ എന്താണ്? വെരി ഹൈ ടെമ്പറേച്ചറിലാവണം. അതൊരു പ്രോബ്ലമാണ്. ബട്ട് സയൻറ്റിഫിക്കലി ചിലപ്പോൾ എന്തല്ല ഹൈ ടെമ്പറേച്ചർ കൂടി വലിയ സീൻ ഉണ്ടാവാറൊന്നുമില്ല. പക്ഷെ അവിടെ വേറെ സീൻ ഉണ്ട്. എന്തെന്നറിയോ? ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിന് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഈവൻ റിയാക്ട് വിത്ത് കാർബൺ ഇറ്റ് സെൽഫ്. കാർബണുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റൽസാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ്? ദേ ഹാവ് ദ എബിലിറ്റി ടു കമ്പൈൻ ഡയറക്ട്ലി വിത്ത് കാർബൺ. ഫോർ എക്സാമ്പിൾ, കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത് നമുക്കറിയാം കാൽസ്യം ഓക്സൈഡ് കിട്ടും. ഈ കാൽസ്യം ഓക്സൈഡിനെ കാർബൺ വെച്ച് ഹീറ്റ് ചെയ്ത് നോക്ക് ഹൈ ടെമ്പറേച്ചറിലേക്ക്. കാൽസ്യം റിയാക്റ്റീവ് മെറ്റൽ ആണല്ലോ. അവിടെ നമ്മുടെ കണക്കിൽ പ്രതീക്ഷ പ്രകാരം കാൽസ്യം ഉണ്ടാവണം, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവണം. ബട്ട് അതല്ല ഉണ്ടാവുക. പകരം കാൽസ്യം കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ കാൽസ്യം ബാക്കിയുള്ള കാർബണായിട്ട് കൂടിയിട്ട് കാൽസ്യം കാർബൈഡാണ് ഉണ്ടാവുക. മെറ്റൽ കാർബൈഡ് ഫോർമേഷൻ നടക്കും. അത് അലുമിനിയം ആണെങ്കിലും മഗ്നീഷ്യം ആണെങ്കിലും കാൽസ്യം പോലത്തെ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിനെ നിങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ കാർബൺ റിഡക്ഷൻ സബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെറ്റൽ കാർബൈഡ് ഫോർമേഷൻ നടക്കും. അതെന്തല്ല എക്സ്ട്രാക്റ്റീവ് മെറ്റലർജി അല്ല. നമുക്ക് മെറ്റലാ വേണ്ട, മെറ്റൽ കോമ്പൗണ്ട് നമുക്ക് വേണ്ട.
അതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് സംബന്ധിച്ച് കാർബൺ റിഡക്ഷൻ തിയററ്റിക്കലി ഓക്കെ ആണെങ്കിലും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഒന്ന് ടെമ്പറേച്ചർ വെരി ഹൈ ആണ്, രണ്ട് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് മാഗ്നീഷ്യം, കാൽസ്യം, അലൂമിനിയം എക്സെട്ര ക്യാൻ കമ്പൈൻ ഡയറക്ട്ലി വിത്ത് കാർബൺ ടു ഫോം മെറ്റൽ കാർബൈഡ്സ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ റിഡക്ഷൻ ചോദ്യം നോക്കൂ. among the following groups of oxides, the group containing oxides that cannot be reduced by carbon to give. So cannot be reduced ആരായിരിക്കും? It is highly reactive metals. In the case carbon is not used. What are highly reactive? Copper less reactive, tin average, iron average, zinc average, calcium highly reactive, potassium highly reactive. Option C, lead and iron average reactivity. So what answer is calcium and potassium oxide highly reactive metals. Clear alle? Now next question. Other question. For metals and their methods of refinement are given. Nickel, copper, zirconium and gallium are the electrolysis, one arcal process, zone refining and Mons process. What are the copper? It is electrolysis. Nickel, it is Mons process. Gallium, zone refining. Semiconductor lattice. Zirconium, one arcal process. Okay. So copper electrolytic refining ആണ്. Zirconium and titanium one arcal ആണ്. Gallium and silicon germanium zone refining. Nickel Mons process vapor phase refining. അപ്പോൾ മാച്ച് ചെയ്യിക്കാണ് പറഞ്ഞത്. നിക്കൽ ഇലക്ട്രോളൈസിസ് അല്ല. Then nickel Mons process correct and copper electrolysis, zirconium one arcal and gallium zone refining. Option B is the answer. Clear ആണോ? അത് different refining methods ആണ്. Now question number 9. Consider the following metallurgical programs: heating impure metal with the CO and distilling the resulting volatile carbonyl and finally decomposing at 150 degrees Celsius to 230 degree Celsius to get the impure metal. But in the heating of impure metal with the carbon monoxide. So metal with the carbon monoxide form metal carbonyl complex, which further again heated to produce metal and carbon monoxide. Metal is purified metal. Simply it's called Mons process. എന്താ പറയുക? Mons process. That is simply used for nickel. അല്ലേ? നിക്കലിനാണ് നമ്മൾ Mons process യൂസ് ചെയ്യുക. Now heating the sulfide ore in air, heating the sulfide ore in presence of air until a part is converted into oxide and then sulfide into metal, sulfide into metal oxide. It's called roasting. Then further heating in absence of air to left oxide of to unchanged sulfide. Okay. So what is the metal sulfide into oxide roasting conduct ചെയ്യപ്പെടുന്ന ആർക്കാണ്? ആ സൾഫൈഡ് ഓറുകളുടെ കേസിലാണ്. And finally electrolysis of molten electrolyte containing calcium chloride to obtain the metal. ഇവിടെ ഇലക്ട്രോളൈസിസ് നോക്കൂ, മോൾട്ടൺ ഇലക്ട്രോലൈറ്റ് ആണ്. ഇവിടെ നമ്മൾ ഇലക്ട്രോളൈസിസിന് ഒരു ഇലക്ട്രോലൈറ്റ് വേണം. രണ്ട് ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് അക്വസ് ഇലക്ട്രോലൈറ്റ് ആണ്, രണ്ട് മോൾട്ടൺ ഇലക്ട്രോലൈറ്റ് ആണ്. യു ക്യാൻ യൂസ് അക്വസ് ഇലക്ട്രോലൈറ്റ് ഓർ മോൾട്ടൺ ഇലക്ട്രോലൈറ്റ്. അക്വസ് ആവാം, മോൾട്ടൺ ആവാം. എന്താ മാറ്റം എന്നറിയോ? റിയാക്റ്റീവ് മെറ്റൽസിൻ്റെ റിഫൈനിങ് ആണെങ്കിൽ, സോഡിയം പൊട്ടാസ്യം അലുമിനിയം പോലത്തെ മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ ആണെങ്കിൽ, you cannot refine from their aqueous solution. Why? They will react with the water itself. അപ്പോൾ അക്വസ് സൊല്യൂഷൻ എന്നൊരിക്കലും സോഡിയം മെറ്റൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അക്വസ് ഒരിക്കലും പൊട്ടാസ്യം മെറ്റൽ കിട്ടില്ല. വായ്? അവർ അക്വസുമായിട്ട് റിയാക്ട് ചെയ്യും. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണെങ്കിൽ യു കനോട്ട് റിഫൈൻ ദം ഫ്രം ദെയർ അക്വസ് സൊല്യൂഷൻ. യു കനോട്ട് എക്സ്ട്രാക്ട് ദം ഫ്രം ദെയർ അക്വസ് സൊല്യൂഷൻ. വൈ? ദേ ആൾവേസ് റിയാക്ട് വിത്ത് വാട്ടർ. അതേസമയം ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ആണെങ്കിൽ യു ക്യാൻ റിഫൈൻ their metal by using their salt solution as electrolyte. For example, copper refining, copper sulfate aqueous solution is used as electrolyte. Less reactive metals in the case aqueous solution use them as electrolyte, but for highly reactive metals you cannot use aqueous solution, where you can use molten electrolyte. So it should be highly reactive metal. Metal should be a highly reactive. That's why here we are using molten electrolyte.
So since the electrolyte used is molten, it indicates that the metal is of higher reactivity. If the metal is of less reactivity, there is no need of molten electrolyte. You can simply take what is aqueous electrolyte. So electrolyte in nature aqueous for less reactive metal refining, and is molten for more reactive metal refining. Okay. Now the process used for obtaining sodium electrolysis ആണ് നിക്കൽ മോൺസ് കോപ്പറോ കോപ്പറിന്റെ സൾഫൈഡ് കോപ്പർ ഗ്ലാൻസ് അല്ലേ വരിക. ഓക്കെ, അപ്പോൾ അതിൽ സോഡിയത്തിന്റെ കേസ് നമുക്കറിയാം ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണ്. ഇറ്റ് ഈസ് ഇലക്ട്രോളൈസിസ് ഓഫ് മോൾട്ടൺ സാൾട്ട്, ഇലക്ട്രോളൈസിസ് ഓഫ് മോൾട്ടൺ സാൾട്ട്. The nickel, you know, it is Mons process ആണ്, Mons process. And copper, it is sulfide ആണ്, കോപ്പറിന്റെ ഗ്ലാൻസ് ആണ് കോപ്പറിന്റെ സൾഫൈഡ് ഓർ. So you can use the roasting to extract, roasting to convert a sulfide into oxide. ഇവിടെ കോപ്പറിന് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് യൂസ് ചെയ്യാം. പക്ഷെ ദർ ഇസ് നോ നീഡ് ഓഫ് മോൾട്ടൺ മെറ്റൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആവശ്യമില്ല, അക്വസിന് യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ സോഡിയം നിക്കൽ കോപ്പർ ഓർഡർ എങ്ങനെ പറയണ്ടേ? ഇവിടെ ഫസ്റ്റ് വൺ നിക്കലാണ്, സെക്കൻഡ് വൺ കോപ്പർ ആണ്, തേർഡ് വൺ സോഡിയം ആണ്. അപ്പോൾ സോഡിയം ഇറ്റ് ഈസ് 3, then copper it is, nickel it is 1, and copper it is 2. അപ്പോൾ it is 3 1 2 3 1 2. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. The method used for separating zinc sulfide and lead sulfide ores from a mixture of two is, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞല്ലേ, ഇറ്റ് ഈസ് ബൈ യൂസിങ് മാഗ്നറ്റിക് അല്ല, ലീച്ചിങ് വിത്ത് സോഡിയം സയനൈഡ് അല്ല, യെസ്, ഫ്ലോട്ടേഷൻ ഇൻ പ്രസൻസ് ഓഫ് added depressants such as sodium cyanide. Here when sodium cyanide is added, zinc and sodium cyanide together forms Na2Zn Cn 4 times sodium tetracyanosyncate complex ഉണ്ടാവും. മാറ്റം എന്താണ്? സിങ്ക് സൾഫേറ്റ് വാട്ടർ ഇൻസൊല്യൂ, ബട്ട് ദിസ് കോംപ്ലക്സ് വാട്ടർ സോലുബിൾ. ദിസ് വൺ ഹൈഡ്രോഫോബിക്, ദിസ് വൺ ഹൈഡ്രോഫിലിക്. അപ്പോൾ ഹൈഡ്രോഫോബിക് ആയിട്ട് സിങ്ക് സൾഫൈഡ് ഹൈഡ്രോഫിലിക് ആയിട്ട് മാറിയാൽ റിമെയിൻസ് ഇൻ വാട്ടർ. അതേസമയം ലെഡ് സൾഫൈഡ് നോ ക്വാളിറ്റി, നോ റിയാക്ഷൻ വിത്ത് സോഡിയം സയനൈഡ് ആഡഡ്, ഇറ്റ് ഇസ് സിംപ്ലി ഫ്ലോട്ടഡ് വിത്ത് ഫ്രോത്ത് ഓഫ് ഓയിൽ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയി. പിന്നെ വേറൊന്ന്, ഇവിടെ ലെഡ് സൾഫൈഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും സിങ്ക് സൾഫൈഡ് വേണ്ടേ. അപ്പോൾ അതിനെന്താ മാർഗം എന്നറിയോ? അങ്ങനെ നമ്മൾ അക്വസ് സൊല്യൂഷൻ ആക്കിയതിന് ശേഷം ലെഡ് സൾഫൈഡിനെ കര കയറ്റി. ഇപ്പോൾ ഈ അക്വസ് സസ്പെൻഷൻ അല്ല, അക്വസ് സൊല്യൂഷൻ ആരുണ്ട്? സോഡിയം സിങ്ക് സയനൈഡ് കോംപ്ലക്സ് ഇല്ലേ, അതിലേക്ക് നമ്മളൊരു ആക്ടിവേറ്റഡ് കോപ്പർ 2+ ആഡ് ചെയ്യും. കോപ്പർ 2+. ഈ കോപ്പർ 2+ എന്ന അയോൺ എന്തുണ്ട്? സിങ്കിനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ഫോമിങ് എബിലിറ്റി ഉണ്ട്. കോപ്പറിനാണ് എന്ത്? സിങ്കിനേക്കാളും കൂടുതൽ കോംപ്ലക്സിങ് എബിലിറ്റി ഉള്ളത്. അപ്പോൾ ഈ കോംപ്ലക്സിനകത്ത് നിന്ന് കോപ്പർ എന്ത് ചെയ്യും? സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ Cn 4 times ആയി എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫൈഡ്, സിങ്ക് പുറത്ത് ചാടി ഇറ്റ് ഫൈനലി ഫോം സിങ്ക് സൾഫൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അത് വീണ്ടും എന്ത് ചെയ്യും? ഓയിലിൻ്റെ കൂടെ ഫ്രോത്ത് ചെയ്തോളും. അപ്പോൾ ആദ്യം ലെഡ് സൾഫൈഡ് സെപ്പറേറ്റ് ആവും, പിന്നെ ആ സൊല്യൂഷനിലേക്ക് നമ്മൾ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്താൽ സിങ്ക് അവിടെ ഡിസ്പ്ലേസ് ഔട്ട് ആവും, അങ്ങനെ സിങ്ക് സൾഫൈഡ് ഫോം ചെയ്യപ്പെടും. ഈ സിങ്ക് സൾഫൈഡ് എന്ത് ചെയ്യും? ദെൻ യു ക്യാൻ അഗെയിൻ subject it into flotation process, where now the second chance is for zinc sulfide ആണ്. Okay. Now question number 11. The following reaction takes place in the blast furnace in the preparation of impure iron. Identify the reaction pertaining to the formation of slag. Slag formation ഇതിൽ ഏതാണെന്നാ ചോദിച്ചത്? slag formation. Fe2O3 plus CO gives Fe. It is reduction ആണ്. എന്താണ് വരിക? It is reduction. Calcium carbonate into calcium oxide, it is simply smelting അല്ലെങ്കിൽ റോസ്റ്റിംഗ് അല്ല, അത് കാൽസിനേഷൻ ആണ്, തെർമൽ ഡികമ്പോസിഷൻ ആണ്. Now this calcium oxide and silica, yes, it is flux added and this one gang present, it is slag. So option C is the answer. Slag formation, calcium silicate formation ആണ്
സ്ലാഗ് ഫോർമേഷൻ വരുന്നത്. ശരിയല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. To which of the following or calcination process not applicable? Calcination not applicable. Calcium carbonate on heating gives calcium oxide and carbon dioxide. It is calcination. Alumina when heated to get anhydrous alumina plus H2O. It's again calcination. Calcium carbonate and calcium hydroxide when heated, calcium oxide plus carbon dioxide plus water. It's again calcination. But zinc sulfide into zinc oxide require oxygen. But ഇവിടെ എന്തില്ല? ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ഇല്ല. Absence of air ആണ് calcination. But roasting എന്താണ്? Presence of air ആണ്. Option D, it is roasting. Option D, it is roasting. മനസ്സിലായോ? ഇനി question number 13. When compared to delta G0 for the formation of Al2O3, delta G0 for the formation of Cr2O3 is. ഇവിടെ നമ്മൾ എലിമെന്റ് ഡയഗ്രത്തിലെ രണ്ട് ലൈൻസിന്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. Al2O3യുടെയും Cr2O3യുടെയും ഡെൽറ്റ ജി വാല്യൂ നമുക്ക് ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയാം. അലൂമിനോ തെർമിക് പ്രോസസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അലൂമിനോ തെർമിക് പ്രോസസ്. Aluminum can act as a reducing agent. So aluminum can reduce Cr2O3 into Al2O3 and Cr. ഇത് ബാലൻസ് ചെയ്തിട്ടില്ല, യു ക്യാൻ ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് അലുമിനിയം തെർമിക് എന്ന് പറയും. ഇവിടെ അലുമിനിയം ഈസ് ആക്ടിങ് ആസ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. Cr2O3 reduced to chromium അല്ലേ? യെസ്, അലുമിനിയം ഇൻറ്റു Al2O3, Cr2O3 into Cr. ശരിയല്ലേ? ഇതാണ് അലുമിനിയം തെർമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ. ഈ പ്രോഗ്രാം സ്പോണ്ടേനിയസ് ആ നോൺ സ്പോണ്ടേനിയസാ? ഇത് സ്പോണ്ടേനിയസ് ആണ്. എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെൽറ്റ ജി എന്താണ്? ഇറ്റ് ഈസ് നെഗറ്റീവ് ആണ്. ഓവറോൾ ഡെൽറ്റ ജി എന്താണ്? നെഗറ്റീവ്. എന്ന് പറഞ്ഞാൽ Al gives Al2O3യും Cr2O3 gives Cr-ഉം കമ്പയർ ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവും ഇത് പ്ലസും ഇത് മോർ നെഗറ്റീവ് ഇത് ലെസ് പോസിറ്റീവ്. നമ്മളങ്ങനെ പറയില്ലേ? ഒരു റെഡ്യൂസിങ് ഏജന്റ് ആവാനുള്ള കണ്ടീഷൻ പറയുക. ഇപ്പൊ Al gives Al2O3, then Cr gives Cr2O3. ഈ രണ്ടാളുടെ ഡെൽറ്റ ജി വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ ഇപ്പൊ ഞാൻ ഇയാള് 10ഉം ഇയാള് 15ആന്ന് വിചാരിക്കുക. അലുമിന ഫോർമേഷൻ വാല്യൂ 10ഉം അലുമിന ഫോർമേഷൻ വാല്യൂ 10ഉം Cr2O3 ഫോർമേഷൻ വാല്യൂ 15 ആണെന്ന് വിചാരിക്കുക. ഇതൊന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. ഇവിടെ 10, ഇതെന്ത് വരും? Cr gives Cr2O3 -15, അപ്പോൾ ഇത് +15 വരും. അപ്പോൾ സം ചെയ്താലോ യു വിൽ ഗെറ്റ് +5 എന്ന് പറഞ്ഞാൽ +5 വന്ന പ്രശ്നം എന്താണെന്നറിയോ? ഡെൽറ്റ ജി പോസിറ്റീവായി, അത് നടക്കില്ല എന്ന മീനിങ്. അപ്പം ഇത് നടക്കണമെങ്കിൽ ആരാവണം മോർ നെഗറ്റീവ്? നടക്കണമെങ്കിൽ ആരാവണം മോർ നെഗറ്റീവ്? അതാണ് പ്രശ്നം. ഇവിടെ അലുമിന ഗീവ്സ് -15, ഇവിടെ എന്താണ് -10 എന്ന് വിചാരിക്കുക. ഇങ്ങനെ വന്നാൽ Al ഗീവ്സ് Al2O3, ഇവിടെ 15 ആണ് വാല്യൂ ഉള്ളത്. ഇവിടെ വാല്യൂ എത്ര വരുന്നത്? ഇവിടെ പ്ലസ് അലുമിനിയുടെ കേസിൽ എത്രയാ? ഇറ്റ് ഈസ് -15. Cr2 Cr ഇൻറ്റു Cr2O3 അത് 10 ആക്കട്ടെ, 10 ആക്കുക. 10 ആണെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ +10 ആവും. ഇപ്പോൾ ഡിഫറൻസ് എത്ര വരുന്നത്? എന്നോട് ആഡ് ചെയ്ത് നോക്ക്. ഇറ്റ് ഈസ് -5 ആണ്. അങ്ങനെ വന്നാൽ എന്താവും? ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവും ചെയ്യും. ഇവിടെ എപ്പോഴും തിയറി എന്താണ്? ഒരു റെഡ്യൂസിങ് ഏജന്റ് ഉള്ള കണ്ടീഷൻ ഡെൽറ്റ ജി വാല്യൂ ഫോർമേഷൻ വാല്യൂ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഈസ് മോർ നെഗറ്റീവ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസിങ് ഏജന്റ് ആവാം. അത്ര നെഗറ്റീവ് വാല്യൂ ഇല്ലാത്ത മെറ്റൽസിന്റെ ഓക്സൈഡിന്റെ മെറ്റലായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. ഇവിടെ അലുമിനിയം ഗീവ്സ് അലുമിനിയുടെ വാല്യൂ -15ഉം ഇയാളുടെ വാല്യൂ -10ഉം ആണെങ്കിൽ കൂടി വാല്യൂ ഉള്ള ആളാരാ? അലുമിനിയം അല്ലേ?
So aluminum is acting as reducing agent. It can reduce Cr2O3 into Cr. ഇതാണ് തിയറി. ഇതാണ് തിയറി. അപ്പോൾ അലുമിനോതെർമിക് പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണ്. അലുമിനോതെർമിക് പ്രോസസ് എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അവിടെ എന്താണ്? അലുമിനിയം ഇസ് ആക്ടിങ് ആസ് റെഡ്യൂസിങ് ഏജന്റ്. ഒരു മെറ്റൽ റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് ലാർജ് നെഗറ്റീവ് വാല്യൂ ഫോർ ദ ഫോർമേഷൻ ഓഫ് metal oxide. So any species whose delta G value for the formation of oxide is largely negative can act as reducing agent. It can reduces the oxides of the metal with less negative delta G. Okay. ഇവിടെ അലൂമിന reduces Cr2O3 എന്ന് പറഞ്ഞാൽ delta G for the formation of Al2O3യും ഡെൽറ്റ ജി ഫോർ ദ ഫോർമേഷൻ ഓഫ് Cr2O3യും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആരാ മോർ നെഗറ്റീവ് ആവുണ്ട്? രണ്ടും നെഗറ്റീവ് ആണ്. ബട്ട് ഷുഡ് ബി ലാർജ്ലി നെഗറ്റീവ് ആയിരിക്കും. ഇത് ലെസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, then only will get a negative sum for this reaction. ഓക്കെ, അപ്പൊ രണ്ടും എന്താണ്? നെഗറ്റീവാ. ഡെൽറ്റ ജി ഫോർ ദ ഫോർമേഷൻ ഓഫ് അലുമിനായും ഡെൽറ്റ ജി ഫോർ ദ ഫോർമേഷൻ ഓഫ് Cr2O3 എന്താണ്? നെഗറ്റീവ് ആണ്. ഇവിടെ ആർക്കാവണം? ലാർജ് നെഗറ്റീവ് ആർക്കാവണം? അലുമിനക്കായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയാം വെൻ കമ്പയർഡ് ടു ഡെൽറ്റ ജി ഫോർ ദ ഫോർമേഷൻ ഓഫ് അലൂമിന, അലൂമിനയുടെ ഡെൽറ്റ ജി ഫോർമേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ഡെൽറ്റ ജി ഫോർ ദ ഫോർമേഷൻ ഓഫ് Cr2O3 ഈസ് ലോവർ. അതാണ് ആൻസർ പറയേണ്ടത്. ഇറ്റ് ഷുഡ് ബി ലോവർ. By definition of reducing agent by thermodynamic principle എന്താണ്? Any species whose delta G value for the formation of oxide is largely negative can act as reducing agent. It can reduce oxides of any metal whose delta G for the formation of oxide is less negative. ഇതാണ് എന്ത് വരിക? ഇതാണ് എന്ത് വരിക? ഡെഫിനിഷൻ വരിക. അപ്പോൾ ഇവിടെ ലാർജ് നെഗറ്റീവ് ഉള്ള അലൂമിനക്കാണ്, അവിടെ വാല്യൂ ഹൈ ആണ്. ഫോർ ക്രോമിയം ഇറ്റ് ഈസ് ലെസ് നെഗറ്റീവ് ആണ്, ലോ ആണ്. ഇനി ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റുന്നതെന്നറിയോ? ഡെൽറ്റ ജി മോർ നെഗറ്റീവ് ഉള്ള ആളാണോ ഡെൽറ്റ ജി ലെസ് നെഗറ്റീവ് ഉള്ളതാണോ ഹയർ വാല്യൂ? അങ്ങനെ ചോദിച്ചാൽ എന്താ വിഷയം എന്നറിയോ? ഡെൽറ്റ ജിയുടെ വാല്യൂ -15 ആണോ -10 ആണോ ഹയർ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ പറയും 15 ആണെന്ന് പറയും. കാരണം ഇറ്റ് ഈസ് വർക്ക് ഡൺ ആണ്, സോറി ഫ്രീ എനർജി ചേഞ്ച് ആണ്. അപ്പോൾ ഡെൽറ്റക്കാണ് ഇമ്പോർട്ടൻസ്, സൈന് നെഗറ്റീവ് അല്ലേ, അത് ക്വാളിറ്റി അല്ലേ. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഇമ്പോർട്ടൻസ് വരിക. അപ്പോൾ ഡെൽറ്റ ജി മോർ നെഗറ്റീവ് ഉള്ളതാണ് ഹയർ വാല്യൂ എന്ന് പറഞ്ഞാൽ. പക്ഷേ എലിമെൻ്റ് ഡയഗ്രത്തിൻ്റെ ഓർഡർ പൊസിഷൻ പറയുമ്പോൾ എന്താണ്? മോർ നെഗറ്റീവ് ഉള്ള ആൾ താഴെ മീൻസ് ലോവർ പൊസിഷൻ ആവും, ലെസ് നെഗറ്റീവ് ഉള്ള ആൾ മുകളിൽ ഹയർ പൊസിഷൻ ആവും. പക്ഷെ വാല്യൂ ചോദിച്ച് വെൻ കമ്പയർഡ് ടു ഡെൽറ്റ ജി ഫോർ ദ ഫോർമേഷൻ ഓഫ് അലുമിന, ദ ഡെൽറ്റ ജി ഫോർ ദ ഫോർമേഷൻ ഓഫ് Cr2O3 is lesser ആണ് വരെ, ലോവർ വാല്യൂനുണ്ട്. ഇറ്റ് ഈസ് മോർ നെഗറ്റീവ് ഫോർ അലുമിനിയം, ലെസ് നെഗറ്റീവ് ഫോർ Cr2O3. മോർ നെഗറ്റീവ് ഫോർ അലുമിന ആൻഡ് ലെസ് നെഗറ്റീവ് ഫോർ Cr2O3. For Cr2O3 it is delta G value is lower value, smaller value. പിടികിട്ട് ചെയ്യോ? അപ്പോൾ ചിലപ്പോൾ ആൻസർ കീഴിൽ മേ ബി റോങ്ലി ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ തോന്നുന്നു അവിടെ ഡെൽറ്റ ജി മോർ നെഗറ്റീവ് ഉള്ള ലോവർ വാല്യൂ എടുത്തിട്ടുണ്ടാവും. ഇറ്റ് ഇസ് അത് ശരിയല്ല. ഡെൽറ്റ ജി, ഡെൽറ്റ എച്ച്, ഡെൽറ്റ എസ് എല്ലാം എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അവിടെ ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ നെഗറ്റീവ് മീൻസ് ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. എൻതാൽപ്പി ചേഞ്ച് മീൻസ് എനർജി ചേഞ്ച് ആണ്. ആ ക്വാണ്ടിറ്റി എമൗണ്ട് ട്രാൻസ്ഫേർഡ് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ മാഗ്നിറ്റ്യൂഡിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരിക. സോ മാഗ്നിറ്റ്യൂഡ് ബിഗർ വൺ ഇറ്റ് ഈസ് ഹയർ വാല്യൂ, മാഗ്നിറ്റ്യൂഡ് ലോവർ വൺ ലോവർ വാല്യൂ. പിടികിട്ടിയോ? ഓക്കെ. Now 14, which of the following elements has the lowest melting point? ആർക്കാണ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്? അയണ്, ക്രോമിയം, നിക്കൽ ആൻഡ് കോപ്പർ. ഈ മെൽറ്റിംഗ് പോയിന്റ്, അതുപോലെ തന്നെ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ, അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് തുടങ്ങിയ കുറേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഡി ബ്ലോക്കിൽ. ഇതെല്ലാം എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് ആണ്. ഈ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താ പറയുക നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. എസ് ബ്ലോക്ക് മെറ്റൽസ് ആണ്, ഡി ബ്ലോക്ക് മെറ്റൽസ് ആണ്. ബട്ട് എസ് ബ്ലോക്ക് മെറ്റൽസ് സോഫ്റ്റ് ആൻഡ് ലോ മെൽറ്റിംഗ് ആണ്, ബട്ട് ഡി ബ്ലോക്ക് മെറ്റൽ ഹാർഡ് ആൻഡ് ഹൈ മെൽറ്റിംഗ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് മെറ്റൽ ഹാർഡ് ആൻഡ് ഹൈ മെൽറ്റിംഗ് ആയിട്ട് മാറിയത്? അപ്പോൾ നമ്മൾ പറയും ഇൻ ദി കേസ് ഓഫ് ഡി ബ്ലോക്ക് മെറ്റൽസ്
in addition to normal metal overlapping, മെറ്റാലിക് ബോണ്ട് കൂടാതെ എസ് ബ്ലോക്കിലുള്ള മെറ്റാലിക് ബോണ്ട് കൂടാതെ ഡി ബ്ലോക്കിൽ എന്തുണ്ട്? ദ ഡി അൺപെയ്ഡ് ഇലക്ട്രോൺസ് അണ്ടർഗോസ് ഓവർലാപ്പിംഗ്. ഡി അൺപെയ്ഡ് ഇലക്ട്രോൺസ് അണ്ടർഗോസ് ഓവർലാപ്പിംഗ്. അപ്പോൾ ഡി ഡി ഓവർലാപ്പിംഗ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഡി ഡി ഓവർലാപ്പിംഗ് എന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയോ? അപ്പോൾ ഡി ഡി ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഡിയിൽ വരുന്ന അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുക? ഓവർലാപ്പിംഗ് നടക്കുക. അപ്പോൾ മെറ്റൽസ് മച്ച് മോർ അസോസിയേറ്റഡ് ആയിരിക്കും through DD overlapping association. Now, as a number of unpaired electrons increases, DD overlapping association increases, and after that, the number of unpaired electrons decreases, overlapping association decreasing. Up to across the period, up to middle, unpaired electrons number increase, so overlapping increase, metallic bond strength increase. After that, number of unpaired electron decrease, overlap decrease, metallic bond strength decrease. So up to middle, left to right, up to middle വരെ എന്താണ്? നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടും, ഓവർലാപ്പിംഗ് കൂടും, മെൽറ്റിംഗ് ബോണ്ട് കൂടും, പിന്നെ അത് കുറയും. ഇനി ഗ്രൂപ്പിൽ താഴേക്ക് ഡൗൺ ദ ഗ്രൂപ്പ് എങ്ങനെയാ? ദ സൈസ് ആൻഡ് മാസ് ഇൻക്രീസിങ്, സോ ഓവർലാപ്പിംഗ് എക്സ്റ്റെൻഡ് ഇൻക്രീസസ്, മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്, ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ ഇൻക്രീസസ്. ഓക്കെ, മറ്റൊരു കാര്യം, ലെഫ്റ്റ് ടു റൈറ്റ് ഫസ്റ്റ് ഇൻക്രീസ് ദെൻ ഡിക്രീസ് അല്ലേ? We are expecting maximum for manganese, but actually it is not maximum. Manganese show abnormal values. So manganese and technetium shows abnormal values. So you can just like if you just like ഇങ്ങനെ ഉണ്ടാവുക NCERT ഗ്രാഫ് ഉണ്ടാവുക just like this. Okay, first increase then decrease, but manganese and technetium shows abnormal values. അപ്പോൾ ഇതിൽ ലീസ്റ്റ് വാല്യൂ ലെഫ്റ്റ് ആ റൈറ്റാ? റൈറ്റ് എക്സ്ട്രീം ലീസ്റ്റ് വാല്യൂ വരും. ലെഫ്റ്റ് എക്സ്ട്രീം പോലെ റൈറ്റ് എക്സ്ട്രീം ആണ് ലോവസ്റ്റ് വാല്യൂ വരിക. സോ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഓഫ് റൈറ്റ് എക്സ്ട്രീം, ഇറ്റ് ഈസ് ഫോർ കോപ്പർ, ഓപ്ഷൻ ഡി. കാരണം ക്രോമിയം, ദെൻ അയണ്, ക്രോമിയത്തിനേക്കാളും കുറവാണ് അയണ്, ദെൻ നിക്കൽ, ദെൻ കോപ്പർ. അപ് ടു ക്രോമിയം ഇൻക്രീസിങ്, ദെൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്. മാംഗനീസ് അബ്നോർമൽ ആണ്. ഓക്കെ, നോ 15 അയണിക് ക്യാരക്ടർ ഓഫ് ഫോളോയിങ് ഹാലൈഡ്സ്. മെറ്റൽസിന്റെ കേസിൽ ഹാലൈഡിന്റെ അയണിക് ക്യാരക്ടർ. ഇവിടെ മെറ്റൽസ് എല്ലാം സെയിം ആണ്. എം പ്ലസ് എം പ്ലസ് എം പ്ലസ് എം പ്ലസ് ആണ്, എല്ലാം എം പ്ലസ് ആണ്, മോണോവാലന്റ് ആണ്, പ്ലസ് ആണ്, യൂണിപോസിറ്റീവ് ആണ്. കാറ്റോൺസ് സെയിം ആയാൽ കോവലന്റ് കാറ്റർ ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് ആനിയോൺസ് ആണ്. ലാർജർ ദ സൈസ് ഓഫ് ആനിയോൺ ഗ്രേറ്റർ വിൽ ബി കോവലന്റ് ക്യാരക്ടർ. ഫെജാൻസ് റൂൾ. സ്മോളർ ദ സൈസ് ഓഫ് കാറ്റോൺ ആൻഡ് ഗ്രേറ്റർ ഇറ്റ്സ് ചാർജ്, greater will be covalent character. Similarly, larger the size of anion, there will be greater covalent character. അപ്പോൾ ആനിയോണിൻ്റെ സൈസ് അയോഡൈഡ്, ബ്രോമൈഡ്, ക്ലോറൈഡ്, ബോഡോമൈഡ്. സോ ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് കോവലന്റ് ക്യാരക്ടർ. ചോദിച്ചെന്താണ്? അയോണിക് ക്യാരക്ടർ ഡിക്രീസിങ് ഓർഡർ അല്ലേ? അപ്പോൾ തെറ്റാണ്. ഇത് കോവലന്റ് ക്യാരക്ടറിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ആണ് എന്ന് പറഞ്ഞാൽ, സോറി, കോവലന്റ് ഡിക്രീസിങ് ഓർഡർ ആണ്. അയോണിക്കിൻ്റെ ഓർഡർ ചോദിച്ചു. അയോണിക്കിൻ്റെ മോസ്റ്റ് അയോണിക് ഇതിലാരാ? മെറ്റൽ ഫ്ലൂറൈഡ് ആണ് മോസ്റ്റ് അയണിക്, ദെൻ ക്ലോറൈഡ്, ദെൻ ബ്രോമൈഡ്, ദെൻ അയോഡൈഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. സോ അയണിക് ക്യാരക്ടർ കൂടിയത് ഓപ്ഷൻ ഡി ആണ് ഓർഡർ വരിക. കോവലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കുക ഓപ്ഷൻ എയിലാണ്, മോർ കോവലന്റ്. ഇത് മോർ കോവലന്റ്, ഇത് ലെസ് കോവലന്റ്. ഇത് മോർ അയണിക്, ഇത് ലെസ് അയണിക്. മനസ്സിലായില്ലേ? ഇനി 16 പ്രിപ്പറേഷൻ ഓഫ് ലുക്കിംഗ് മിറർ ഇൻവോൾവ്സ് ദ യൂസ് ഓഫ്. ഈ മിറർ ഇല്ലേ, മിറർ കണ്ണാടി, അതുണ്ടാക്കൽ എങ്ങനെയാ? അത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ഉണ്ട്. ഈ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റിൻ്റെ Ag+ന് HCHO എന്ന ഫോർമാൽഡിഹൈഡ്, നമുക്കറിയാം ഓർഗാനിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഫില്ലിങ്സ് ടെസ്റ്റ് ആൻഡ് ടോളറൻസ് ടെസ്റ്റ് ഫോർ ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇറ്റ് ക്യാൻ റെഡ്യൂസസ് മൈൽഡ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ലൈക്ക് ടോളറൻസ് ഏജന്റ് ആണ് ഫില്ലിങ്സ്. ടോളറൻസും ഫില്ലിങ്സും ഒക്കെ റെഡ്യൂസിന് ആരും മതി? മൈൽഡ് റെഡ്യൂസിങ് ഏജൻറ്റ്സ്, മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ലൈക്ക് ആൽഡിഹൈഡ് മതി. അപ്പോൾ Ag+ എന്ത് ചെയ്യും? HCHO റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് എന്താ വരിക? Ag+ ബിക്കം Ag, ഗെറ്റ് ഡെപ്പോസിറ്റഡ് ആൻഡ് HCOOH, ഫോമിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റിനകത്തുള്ള Ag+ന് Ag ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കണം. ദാറ്റ്സ് വിൽ ഫോം മിറർ. പിന്നെ ആ കോട്ടിനെ അവിടെ സ്ട്രെങ്തൻ ചെയ്യണ്ടേ, പിടിപ്പിക്കണ്ടേ, സ്ട്രോങ് ആയിട്ട് ഹെൽഡ് ചെയ്യണ്ടേ. അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? റെഡ് ലെഡിൻ്റെ കോട്ടിങ് കൊടുക്കും. റെഡ് ലെഡ് കൊണ്ട് കോട്ട് ചെയ്യും. അതെന്തിനാ? ആ സിൽവറിനെ മിററിൻ്റെ ബാക്കിൽ ആഡ് ചെയ്തതിന് ശേഷം അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, അവിടെ സ്ട്രോങ് ആക്കാണ്, ഫിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റെഡ് ലെഡും കൂടെ ആഡ് ചെയ്യും. So it's ammoniacal silver nitrate and HCHO reacted to form silver
വിച്ച് ഫോംസ് സിൽവർ മിറർ. ദെൻ അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒന്ന് ഫിക്സ് ചെയ്യിക്കാൻ റെഡ് ലെഡ് ആഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. Question number 17. Question number 17. K2Cr2O7 on heating gives potassium chromate, oxygen and X. What is X? It is Cr2O3. Option A is the answer. ഇതേപോലെ റിയാക്ഷൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉള്ളത് KMnO4 gives on heating gives K2MnO4 MnO2 and O2. ഇതാണ് എന്ത് KMnO4 ഹീറ്റ് ചെയ്താൽ കിട്ടുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോണ്ടു. ഇവിടെയും ഓക്സിജൻ ഉണ്ട്, ഇവിടെയും ഓക്സിജൻ ഉണ്ട്, ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ല. ഇവിടെ Cr2O3 ആണ്, ഇവിടെ MnO2 പൈറോളസൈറ്റ് ആണ്. പൊട്ടാസ്യം ക്രോമേറ്റ് ആണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. സോറി, ഇറ്റ് ഈസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ദിസ് വൺ പൊട്ടാസ്യം മാംഗനേറ്റ്, പൊട്ടാസ്യം മാംഗനേറ്റ്. ഓക്കെ, അതേപോലെ മറ്റൊരാളാണ് അമോണിയം ഡൈക്രോമേറ്റ്. ഹീറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് നൈട്രോജൻ ഗ്യാസ്, ദെൻ Cr2O3, പിന്നെ ഓക്സിജൻ, വാട്ടർ എക്സെട്ര. ഇവിടെ നൈട്രോജൻ ഗ്യാസ് ആണ് ഫോം ചെയ്ത് ശ്രദ്ധിക്കണേ. സോ ഇവിടെ ഓക്സിജൻ ഗ്യാസ് ഇല്ല കേട്ടോ, ഓക്സിജൻ ഇല്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഹീറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് ഓക്സിജൻ ഗ്യാസ്, ബട്ട് വെൻ അമോണിയം ഡൈക്രോമേറ്റ് ഇസ് ഹീറ്റഡ് വിൽ ഗെറ്റ് നൈട്രോജൻ ഗ്യാസ്. അമോണിയം ഡൈക്രോമേറ്റ് ഹീറ്റ് ചെയ്താൽ നൈട്രോജൻ ഗ്യാസ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഹീറ്റ് ചെയ്താലോ you will get oxygen gas. അത് ശ്രദ്ധിച്ചുകൊണ്ടു. So it is Cr2O3 here the answer. Question number 18. Articles made of copper and bronze slowly tarnish in air and turns green. The green color is due to the formation of, simple word question ആണ്. This basic copper carbonate like azurite malachite like species ആണ്. Copper carbonate dot copper hydroxide, basic copper carbonate, basic and copper carbonate. Okay, so ഇവിടെ എന്താണ് a formation of basic copper carbonate having green color. നമ്മൾ ഈ ചെമ്പിൻ്റെയും കോപ്പറിൻ്റെയും ബ്രോൺസിൻ്റെ ഒക്കെ വെസലിൽ പച്ച കളറുള്ളൊരു ഒരു സംതിങ് ലെയറിങ് കണ്ടിട്ടില്ല നിങ്ങൾ, കറ പോലെ പച്ച ഗ്രീൻ, അതാണ് എന്ത് ബേസിക് കോപ്പർ കാർബണേറ്റ്. പച്ച ക്ലാവ് എന്ന് പറയും മലയാളത്തിലൊക്കെ, ക്ലാവ്. ഓക്കെ, ഇനി question number 19. The correct electronic configuration and spin-only magnetic moment of gadolinium 3+ respectively are. Gadolinium അത് ലാന്തനൈഡ്സിലെ മിഡിൽ മെമ്പർ ആണ്. ഗഡോ അറ്റോമിക് നമ്പർ 64 അല്ലേ വരിക. 64 എന്ന് പറഞ്ഞാൽ 54 xenon plus 10 ആണ്. ഇറ്റ് ഈസ് xenon 6s2 5d1 4f7. ഇതാണ് ഗഡോലിനത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ. നൗ GD3+ എന്ന് പറഞ്ഞാൽ xenon ബാക്കി 6s പോയി, 5d1 പോയി, ബാക്കി ബാലൻസ് 4f7 മാത്രം ഉണ്ടാവും. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയി. നൗ വാട്ട് ഈസ് സ്പിൻ ഉള്ളി മാഗ്നറ്റിക് മ്യൂസ് റൂട്ട് ഓഫ് n × n+2 അല്ലേ, 7 × 7+2 എത്രയാ, 7 + 2 9 9 763 അല്ലേ, റൂട്ട് 63. അപ്പോൾ 7 പോയിന്റ് സംതിങ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് കോൺഫിഗറേഷൻ വരിക ഇറ്റ് ഈസ് 4f7 ആണ് ആൻഡ് 7 പോയിന്റ് സംതിങ്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. 4f7 ആൻഡ് 7.9. വലിയ സീനൊന്നുമില്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗാഡോലിനത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിയാത്തൊരു പ്രശ്നം ചിലപ്പോൾ അവിടെ ഫീൽ ചെയ്യും. മറക്കണ്ട, ലാന്തനൈഡ്സിൽ ലാന്തനം കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് മെമ്പർ ആരാണ്, ഇറ്റ് ഈസ് സീറിയം. ദെൻ അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് 7th മെമ്പറായിട്ട് ഗാഡോലിനിയം വരും. ലാസ്റ്റ് മെമ്പറായിട്ട് അല്ലേ സീറിയം ടു ലുട്ടീഷ്യം വരും. അതുപോലെ ആക്ടീനിയം, ക്യൂറിയം ആൻഡ് പിന്നെ ലോറൻഷ്യം, അതും ഓർത്ത് വെച്ചോണ്ടു. ശരി. ഇൻ ദ 6th period the orbitals that are filled in the order of, ഇവിടെ 6th period ഓർഡർ അല്ലേ, ഇവിടെ n+l കൂട്ടി നോക്കേണ്ടി വരും. n+l 6th period എന്ന് പറഞ്ഞാൽ ns n-1d n-2f ആൻഡ് np എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽസ് ആരൊക്കെയാ, 6s 5d
4f and 6p. ഓക്കെ, n പ്ലസ് എൽ കൂട്ടിക്കഴിഞ്ഞാൽ n 6 പ്ലസ് 0 6 ആണ്. 5 പ്ലസ് ഡി ആണെങ്കിലോ 5 പ്ലസ് ഡിക്ക് 3 അല്ലേ വരിക. എൽ എസ് 0 ആണ്, എൽ 1 ആണ്, ഡി 2 ആണല്ലേ. 5 പ്ലസ് 2 7 ആണ് വരിക. 4f എഫിന് 0 ഫോർ എസ് 1 ഫോർ പി 2 ഫോർ ഡി 3 4 പ്ലസ് 3 7 ആണ് വരിക. ഓക്കെ, ദെൻ 6പിക്ക് 6 പ്ലസ് 1 7 ആണ് വരിക. അപ്പോൾ എനർജി ഇൻക്രീസിങ് ഓർഡറിലല്ലേ. ഫസ്റ്റ് 6s, ആദ്യം 6s, പിന്നെ എല്ലാവർക്കും 7 അല്ലേ. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം കുറഞ്ഞ ആളെ ആദ്യം എടുക്കണം. ആരാണ്? ഇറ്റ് ഈസ് 4f ആണ്. n 4 അല്ലേ വരുന്നത്. സോ ഇറ്റ് ഈസ് 6s 4f. ദെൻ അടുത്ത 4 കഴിഞ്ഞാൽ 5 ആണ്, 5d, ദെൻ 6p. ഓപ്ഷൻ ഡി. അപ്പോൾ 6s 4f 5d ആൻഡ് 6b ആണ് ഫില്ല് ചെയ്യേണ്ട ഓർഡർ കേട്ടോ. അതാണ് n പ്ലസ് എൽ ഫോളോ ചെയ്താൽ കിട്ടുന്നൊരു ഓർഡർ നമുക്ക് വരിക കേട്ടല്ലോ. പക്ഷെ ഇവിടെ ചെറിയൊരു കോംപ്ലക്സിറ്റി ഉണ്ടാവും. നമ്മൾ 6s ആഡ് ചെയ്തിട്ട് 4f ആഡ് ചെയ്തതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, 5d ഒരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫില്ല് ചെയ്യുന്നില്ല. ഒരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്കി 4f ഫില്ല് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, തിരിച്ച് 5dയിലേക്ക് മടങ്ങി പോവുക. അപ്പോൾ ഓർപ്പിട്ട് ഫില്ലിംഗ് ഓർഡർ ചോദിച്ചാൽ എന്താ പറയണ്ടേ, ഇവിടെ 6s 4f 5d ആൻഡ് 6p എന്നാണ് പറയേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21. The actinides exhibit more number of state in general than lanthanoids. This is because ഇവിടെ ആക്ടിനൈഡ്സിൻ്റെ ലാന്തനൈഡ്സിൻ്റെ വാലൻസ് ഷെല്ലുകളൊന്ന് കമ്പയർ ചെയ്താൽ മതി. ഫോർ ലാന്തനൈഡ് the valence shell are 6s 5d 4f and 6p, and for actinide it is 7s 6d 5f and 7p. ഇവിടെ നമുക്കറിയാം ബോറിൻ്റെ എനർജി റൂൾ വെച്ചിട്ട് നമുക്കറിയാം എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ടു ലൈൻ എന്ന് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് RH ഇൻറ്റു 1/n1² മൈനസ് 1/n2² ആണ്. ഇവിടെ n1 n2 വാല്യൂസ് കൂടുകയാണ്. എന്ത് പറഞ്ഞാൽ ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ n1 n2 വാല്യൂസ് കൂടി വരും. അതേസമയം ഈ ഡിഫറൻസോ 1/1² മൈനസ് 1/2² ആണോ, 1/2² മൈനസ് 1/3² ആണോ, 1/3² മൈനസ് 1/4² ആണോ ലാർജ്? ചോദ്യം ഇതാണ്. 1/1² മൈനസ് 1/2², 1/2² മൈനസ് 1/3², 1/3² മൈനസ് 1/4². ഇതിലാരാ ലാർജ്? 1/1 1/4 1/9 ലാർജ്. ഇറ്റ് ഈസ് 1/1 അല്ലേ ലാർജ്, 1/4 സ്മോൾ ആണ്. ഇതല്ലേ ശരിയല്ലേ? സോ 1/1 മൈനസ് 1/4 ലാർജർ ദാൻ 1/4 മൈനസ് 1/9 ലാർജർ ദാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവർ ഗ്രൗണ്ട് ലെവലിൽ വരുന്ന ലെവൽസ് ഇല്ലേ, ഏറ്റവും ലോവർ ലെവൽസ് n1 n2 വാല്യൂസ് മിനിമം ആണ് സമയത്താണ് എനർജി ഗ്യാപ്പ് കൂടുതൽ വരിക. അതേസമയം ഗ്യാപ്പ് ഈ താഴത്തെ n1 n2 വാല്യൂസ് കൂടുന്നതും എന്ത് ചെയ്യും, ഗ്യാപ്പ് കുറഞ്ഞു വരും. അപ്പോൾ ഹയർ ലെവലിലേക്ക് പോകുന്നതോറും എനർജി ഗ്യാപ്പ് കുറഞ്ഞു വരും. ഉയരം കൂടുന്തോറും എനർജി ലെവൽസിൻ്റെ അടുപ്പം കൂടും കേട്ടല്ലോ. ഉയരം കൂടുന്തോറും എനർജി ലെവൽസിൻ്റെ അടുപ്പം കൂടും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ലാന്തനൈഡ്സിൻ്റെ കേസിലാണോ ആക്ടിനൈഡ്സിൻ്റെ കേസിലാണോ എനർജി ലെവൽസ് ഒന്നുകൂടെ ക്ലോസർ ആയിട്ടുണ്ടാവുക? ഹയർ ലെവലിൽ അവർ മോർ ക്ലോസർ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വന്നാൽ ഇവിടെ എനർജി ഡിഫറൻസ് കുറവാണെന്നും അവിടെ എന്താണ് മോർ ഈസിലി അയണൈസബിൾ നമുക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ അത് മോർ സ്റ്റേറ്റ് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് 6s 5d മാക്സിമം പിന്നെ വരെ ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിയില്ല. അതേസമയം എന്താണ് 7s അതുപോലെ തന്നെ 6d 5f എല്ലാം ഒരേപോലെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് കേട്ടല്ലോ. അപ്പോൾ എന്താ ആൻസർ കൊടുക്കുക? ഫോർ 5f orbital extend further from the nucleus than the 4s orbit. 4f-നേക്കാളും എന്താണ് പുറമെയാണ് 5f ഉള്ളത്. 5f orbitals are more buried than 4f. There is a similarity between 4f and 5f orbital in the angular part. അതൊന്നുമല്ല. The actinoids are more reactive than lanthanoid. അതൊന്നുമല്ല റീസൺ. ഇതുമല്ല. They are more buried. 5f അല്ല. 5f orbital extend farther from the ന്യൂക്ലിയസ് ആണ്, അവേ ഫ്രം ദ ന്യൂക്ലിയസ് ആണ്, ലെസ് കൺട്രോൾഡ് ബൈ ന്യൂക്ലിയസ് ആണ്.
സോ EC2 അയണൈസ് ആണ്. ഹയർ ലെവലിൽ എനർജി ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് ഓൾ വാലൻസ് ഇലക്ട്രോൺസ് ക്യാൻ എൻഗേജ് ഇൻ റിയാക്ഷൻ സ്റ്റേറ്റ് ഫോർമേഷൻ. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22. Which of the following reactions is the metal displacement reaction? Choose the right option. Actinoid more number of states in general than lanthanoids. This is because ഇത് ഓവർലാപ്ഡ് ആയതാണ്. ആ ലൈന് നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഓവർലാപ്പ് വന്നതാണ്. ഓക്കെ, ഇവിടെ which of the following reaction is metal displacement ആണ്. Which one is metal displacement? Lead nitrate gives lead oxide and 4NO2. It is decomposition ആണ്, not displacement. It is decomposition. Now KClO3 gives KCl and oxygen അല്ലേ? It's again decomposition. Now Cr2O3 and aluminum. Here aluminum displaces chromium out. So aluminum displaces chromium out. It is displacement reaction. Displacement. Aluminum and chromium both are metal displacement. Iron displaces H2 out. Iron displaces H2 out. It is non-metal by metal displacement. നമ്മുടെ ചോദ്യം ഏതാണ്? മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്, മെറ്റൽ ബൈ മെറ്റൽ ആണ് വേണ്ടത്. ഓപ്ഷൻ സി. സോ മെറ്റൽ ക്യാൻ മോർ റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ദെയർ കോമ്പൗണ്ട്. It's called metal displacement. A more reactive non-metal can displace more reactive non-metal, less reactive non-metal from its compound. അതർ ഡോക്സിൽ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു മെറ്റലിനെ എന്ത് ചെയ്യാം, നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാം, ലൈക്ക് ഹൈഡ്രോജൻ. സോ ദോസ് മെറ്റൽസ് വിത്ത് നെഗറ്റീവ് ഈസ്രോ ക്യാൻ ഡിസ്പ്ലേസ് H2 ഫ്രം വാട്ടർ ഓർ ആസിഡ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ക്യാൻ ആൾസോ ഡിസ്പ്ലേസ് സം മെറ്റൽസ് ആൾസോ. ശരി, ഇവിടെ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് പെർഫെക്റ്റ്ലി മെറ്റൽ ബൈ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം തുടരാം. കേട്ടല്ലോ? ഓക്കെ ദെൻ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ,
SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ. പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ,
പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടി. Hi students, okay, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റിമൈനിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 23 ഓൺവാർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 23. Copper +2 salt react with the potassium iodide to give. Copper +2 salt react with the potassium iodide to give. ഇവിടെ കോപ്പറിൻ്റെ കേസിൽ കോപ്പറിൻ്റെ +2 സ്റ്റേറ്റ്, കോപ്പർ നമുക്ക് രണ്ട് സ്റ്റേറ്റ്സ് അറിയാം, +1 അറിയാം, +2 അറിയാം. ഹാലജനായിട്ട് ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയോഡൈഡ്. നമ്മുടെ DRF ബ്ലോക്കിൽ പറയുന്നുണ്ട് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഹയസ്റ്റ് സ്റ്റേറ്റിൻ്റെ കൂടെ ഹാലൈഡ്സ് വരുമ്പോൾ അതിൽ ഫ്ലൂറൈഡ് ആണ് എന്ത് മോസ്റ്റ് സ്റ്റെബിലൈസിങ് ഹാലൈഡ് എന്ന്. ഓക്കെ, മോസ്റ്റ് സ്റ്റെബിലൈസിങ് ഹാലൈഡ് ആരാണ്? ഫ്ലൂറൈഡ്. പിന്നെ ക്ലോറൈഡ്, ബ്രോമൈഡ് ആൻഡ് അയോഡൈഡ് എന്താണ്? ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. സോ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കൂടെ, ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഹയസ്റ്റ് സ്റ്റേറ്റിൻ്റെ കൂടെ ഫ്ലൂറൈഡ് വന്നാൽ മോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഹയസ്റ്റ് സ്റ്റേറ്റ് വിത്ത് ഫ്ലൂറൈഡ് മോസ്റ്റ് സ്റ്റേബിളർ ദാൻ ക്ലോറൈഡ്, ദാൻ ബ്രോമൈഡ്, ദാൻ അയോഡൈഡ്. ഓക്കെ, കൂടാതെ ഓക്സൈഡ് വന്നാലും ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. അല്ലെ, ഫ്ലൂറൈഡിനേക്കാളും സ്റ്റേബിൾ ആണ് ആര്? ഓക്സൈഡ്. സോ മോസ്റ്റ് സ്റ്റെബിലൈസിങ് ഓക്സൈഡ്, followed by fluoride, followed by chloride, followed by bromide, and least stabilizer ആണ് അയോഡൈഡ്. ഇപ്പോൾ കോപ്പറിൻ്റെ ഹയസ്റ്റ് സ്റ്റേറ്റ് ആയ +2 സ്റ്റേറ്റിൻ്റെ കൂടെ നമ്മൾ കോപ്പർ +2 പൊട്ടാസ്യം അയോഡൈഡിലെ I- കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ CuI2 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ആൾ അൺസ്റ്റേബിളാ, എക്സിസ്റ്റ് ചെയ്യില്ല. ഇറ്റ് ഈസ് അൺസ്റ്റേബിളാ. അയോഡൈഡ് അയോൺ ക്യാൻ നോട്ട് സ്റ്റെബിലൈസ് Cu+2. It is very large size, and copper +2 small size, high polarizing power, it will not stabilize it. High polarizing power of copper +2 and large size of iodide, the compound is unstable, decompose ചെയ്യപ്പെടും. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, copper +2 is acting as oxidizing agent, I- acting as reducing agent. So copper +2 oxidizes iodide into iodine. Copper +2 become reduced to Cu+1 and I- become I2. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4 അയോഡൈഡ് ഉണ്ടെങ്കിൽ 2 അയോഡൈഡിനെ അയാൾ I2 ആക്കി തരും. ഓക്കെ, അവിടെ 2Cu2+ become 2Cu+. Now 2Cu2+, 2 I- I2 ആക്കി 2Cu+1 ആയി. ഇവർ കൂടിയിട്ട് എന്ത് ഫോം ചെയ്യും? Cu2I2 ഫോം ചെയ്യും. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ Cu2 ഉണ്ടാവുമോ? ഉണ്ടാവുന്നില്ല, അത് അൺസ്റ്റേബിൾ ആണ്, അത് ഫോം ചെയ്യുന്നില്ല. പിന്നെന്താ ഫോം ചെയ്യുക? Cu2I2 ഉണ്ട്, എന്ത് ഫോം ചെയ്യില്ല? Cu2 ഫോം ചെയ്യില്ല, Cu2I2 ആണ് ഫോം ചെയ്യുക. ഓപ്ഷൻ എ ആണ് ഫോം ചെയ്യുക. Cu2I2 ഇസ് ഫോംഡ്. ഇനി Cui എന്താണ്? ഇറ്റ് ഈസ് ഈക്വലൻ്റ് ആണെങ്കിൽ എ ആൻഡ് സി ആണ്. രണ്ട് ഈക്വലൻ്റ് അല്ലേ? ബൈ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുലയാണ്. ബേസിക്കലി ഇത് കോമ്പൗണ്ട് ഇസ് Cu2I2 ആണ് കോമ്പൗണ്ട് കേട്ടോ. Cui നമ്മൾ ഫോർമുല എഴുതാറില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല Cu2I2 ആണ്. ഇത് സ്പെൽ എറർ അല്ലെങ്കിൽ നമുക്ക് രണ്ടും ഈക്വലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു റൈറ്റ് Cu2I2. ആ ഒരു ഫോർമാറ്റാണ് NCERT കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇസ് Cu2I2 എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി
The set having ions which are colored and paramagnetic both is ഇവിടെ Cu plus 2 Cr3 plus and scandium plus 1. ഇവിടെ Cu plus 2 you know it is configuration carbon copper plus 2 with D9 ആണ് with 1 unpaired electron 8 എണ്ണം 9 എണ്ണം അല്ലെ 4 പെയർഡും 1 അൺപെയർഡും ആയിരിക്കും അവിടെ വരിക അല്ല D9 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ D9 with 1 2 3 4 5 6 7 8 9 1 അൺപെയർഡ് ഉണ്ടാവും Cr plus 3 എന്ന് പറഞ്ഞാൽ it is D3 configuration 1 2 3 and scandium plus എന്ന് പറഞ്ഞാൽ it is S1 D1 ആണ് 4S1 3D1 പിന്നെ അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 3D2 വരെ പോവാം റീഅറേഞ്ച് ചെയ്തല്ലേ സോ 2 അൺപെയർഡ് സോ ഇവരെല്ലാം പാരയാണ് ആൻഡ് അഗൈൻ ഹാവിങ് സം അൺപെയർഡ് ഇലക്ട്രോൺസ് സോ വി കൺ എക്സ്പെക്ട് സം കളർ ശരിയല്ലേ Cu plus 2 മീൻസ് എന്താണ് അഗൈൻ D9 ആണ് വി ആർ എക്സ്പെക്ടിങ് കളർ Zn plus 2 D10 no color and is diamagnetic no color and diamagnetic അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല സ്കാൻഡിയം 3 പ്ലസ് D0 it is diamagnetic and no color ഇനി Mn plus 7 it is D0 and again no color diamagnetic so the answer is option A so configuration analysis കൊടുത്താൽ മതി കോൺഫിഗറേഷൻ ചെയ്ത് അൺപെയർഡ് ഉണ്ടെങ്കിൽ പാര പെയർഡ് ഒന്നും ഇല്ലെങ്കിൽ ഡയ ദെൻ അൺപെയർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം കളർ എക്സ്പെക്ട് ചെയ്യാം D0 ആൻഡ് D10 നോ കളർ D0 D10 നോ കളറാണ് Zn2 പ്ലസിന് കളർ ഇല്ല Sc3 പ്ലസ് കളർ ഇല്ല Mn പ്ലസിനും കളർ ഇല്ല വൈ D0 ആൻഡ് D7 systems sorry D10 now match the catalyst to the corresponding correct process titanium tetrachloride is used in Ziegler-Natta catalyst polymerization അല്ലേ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് CiTiCl4 and ട്രൈഇഥൈൽ അലുമിനിയം ET ത്രൈസ് Al അവിടെ HDPeയുടെ പ്രിപ്പറേഷനിലും പോളിപ്രൊപ്പിലിൻ്റെ പ്രൊപ്പീൻ്റെ പ്രിപ്പറേഷനുമാണ് Ziegler-Natta കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക പോളിമറിൽ പറയുന്നുണ്ട് ഇൻ Ziegler-Natta പോളിമറൈസേഷൻ ഇനി വനേഡിയം പെൻഡോക്സൈഡ് കോണ്ടാക്ട് പ്രോസസ് ആണ് സൾഫർ ഡയോക്സൈഡ് ഇൻസു സൾഫർ ട്രയോക്സൈഡ് ശരിയല്ലേ വനേഡിയം പെൻഡോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ആരാ ഉള്ളത് പലേഡിയം വാക്കർ പ്രോസസ് റിഡക്ഷനിലാണ് പിന്നെ കോപ്പർ ക്ലോറൈഡ് ഡെക്കൻസ് പ്രോസസ്സിലും യൂസ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ടൈറ്റാനിയം അപ്പോൾ A2 റിലേഷൻ പറയുമ്പോൾ A2 then B1 and C4 and D3 ഇതെല്ലാം ആൻസർ വരണ്ടേ ഓക്കെ D3 സോ A2 ഓപ്ഷൻ A2 വരുന്നുണ്ട് പിന്നെ B1 ആണ് വരേണ്ടത് B1 A2 B1 ഇല്ല അപ്പോൾ ഓപ്ഷൻ 3 തന്നെ സി അല്ല ഡി വരില്ല ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ 25 ഡി നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26 ദ കളർ ഓഫ് പ്രൊഡക്ട്സ് പെർമാഗ്നേറ്റ് ഈസ് ഡ്യൂ ടു ഇവിടെ പ്രത്യേക തിയറിയാണ് KMnO4 MnO4 1- ആണ് ആനയാണ് മാംഗനീസ് ഈസ് ഇൻ +7 സ്റ്റേറ്റ് ആണ് for D is 0 so there is no chance for D transition സാധാരണ പറയാറുള്ളത് in transition metal ions in presence of ligand field D splitted into T2G and EG now the electrons in T2G level can absorb energy and jump to higher EG level or the electrons can undergo transition between T2G and EG levels the transition is associated with some exchange of energies they are responsible for color of the complex അപ്പോൾ എനർജി അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ റിഫ്ലക്ഷൻ ട്രാൻസ്മിഷൻ വന്നാലേ there should be some color ശരിയല്ലേ but in permanganate manganese is in +7 state to show DD transition D0 no color no DD transition D10 no color no DD transition പറയാറുണ്ട് DD transition നടക്കാൻ മിനിമം ഒരു ഇലക്ട്രോൺ വേണ്ടേ ആൻഡ് മാക്സിമം D9 വരെ വൈ ട്രാൻസിഷൻ നടക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പ് ഇപ്പോൾ D1 to D9 വരെ യു ക്യാൻ എക്സ്പെക്ട് കളർ D1 to D9 you can expect color D0 colorless D10 colorless this is a theory of DD transition color due to DD transition there should be some ligand to split the d orbital into two level
then only there is a transition between these two levels corresponds to energy absorption and emission. So there will be some colors. The color observed is complementary to the color absorbed. There should be minimum one electron to undergo transition, and there should be minimum one gap to undergo transition. If it is D0, there is no chance for DD transition. In potassium permanganate, D0 system, so there is no DD transition. The color, if there is any color, the color is not due to DD transition. Permanganate color ഉണ്ട്, ആ കളർ എന്തുകൊണ്ടല്ല? DD transition കൊണ്ടല്ല. It is not due to DD transition, but due to charge transfer spectrum, charge transfer mechanism ആണ്. ഇവിടെ ഓക്സൈഡ് അയോണുകളെല്ലാം ആനയോൺസ് ആണ് വിത്ത് ഗ്രേറ്റർ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. മെറ്റൽ സെൻട്രൽ മെറ്റൽ വിത്ത് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ആണ്. Where these oxide ions can shift some electron density into vacant orbitals of the metal, called ligand to metal charge transfer. Ligand to metal charge transfer, with which some color absorption and emission are associated, and it's called a ligand to metal charge transfer spectrum. It is color spectrum. Okay, ligand to metal charge transfer. Metal D0 അല്ലേ, ഒരിക്കലും തിരിച്ച് ലിഗാൻഡിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യില്ല. വൈ? നത്തിങ് ഈസ് ദെയർ, അവിടെ ഇലക്ട്രോൺസ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എപ്പോഴാണ് ലിഗാൻഡ് ടു മെറ്റൽ ട്രാൻസ്ഫർ നടക്കുക? മെറ്റൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ, ഹൈലി ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ, മെറ്റൽ അതിന് ഏബിൾ ആവുന്ന സമയത്ത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മാംഗനീസ് +6 സ്റ്റേറ്റിലോ +7 സ്റ്റേറ്റിലോ വന്നാലും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇല്ല, ഇതുപോലെ Cr2O7 2- ഡൈക്രോമേറ്റാ, ക്രോമിയം +6 സ്റ്റേറ്റിലാണ്, അതും D0യാ, ആൾക്ക് ഓറഞ്ച് കളർ ഉണ്ട്. The color is not due to DD transition, it is due to charge transfer. Potassium chromate Cr4 2-, chromium +6 but ആൾക്ക് യെല്ലോ കളറാ, D0യാ, യെല്ലോ കളർ ഉണ്ട്, ഓറഞ്ച് കളർ ഉണ്ട്, ഡാർക്ക് വയലറ്റ് ഉണ്ട്. പൊട്ടാസ്യം മാംഗനേറ്റ് ഡാർക്ക് ഗ്രീൻ ഉണ്ട്. അപ്പോൾ മാംഗനീസ് +6, മാംഗനീസ് +7, ക്രോമിയം +6, ക്രോമിയം +6 അല്ലേ, ഇതിലൊക്കെ എന്താണ് കളർ ഉണ്ട്, പക്ഷേ നോട്ട് ഡ്യൂ ടു DD ട്രാൻസിഷൻ ബട്ട് ഡ്യൂ ടു ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആണ്. സോ മെറ്റൽ വിത്ത് ഹയസ്റ്റ് പോസിറ്റീവ് സ്റ്റേറ്റിൽ വരുന്ന സമയത്താണ് മാംഗനീസും ക്രോമിക്കും ഈ ടൈപ്പ് സ്പെക്ട്രം കാണിക്കാറുള്ള, കളർ കാണിക്കാറുള്ള. ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 27. Thermal decomposition manganese compound X result in compound YMNO2 and gaseous product. It is potassium permanganate. നമ്മൾ പഠിച്ച തിയറി അല്ലേ, potassium permanganate KMNO4 when heated decomposes to get K2MNO4 and MNO2 and O2. So a gaseous product ആയി O2 ആയി, MNO2 Y ആരാ K2MNO4, X ആരാ KMNO4, X KMNO4, Y K2MNO4 അല്ലേ. ക്ലോറിൻ അതെവിടാ? MNO2 react with NaCl. MNO2 is acting as oxidizing agent, can oxidize HCl, NaCl chloride ion into chlorine gas. So chloride ion undergoes oxidation, the oxidizer to chlorine gas by MNO2. Option D is the answer. So potassium permanganate decomposes to get potassium manganate and O2 gas with the liberation of MNO2. This MNO2 can oxidize chloride into chlorine gas. Okay, that's the reaction of potassium permanganate. Now question number 28. This question is from electrochemistry. Electrochemistry. The equilibrium constant for the disproportionation reaction. For this reaction, what is equilibrium constant? For this reaction, ഈസറോ വാല്യൂസ് ഗിവൺ ആണ്. ഇവിടെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ രണ്ട് മാർഗമുണ്ട്. ഏറ്റവും എളുപ്പമുള്ള ഞാൻ പറയാം, എളുപ്പം എന്നല്ല, രണ്ട് മെത്തേഡ്സ് വേണേൽ പറയാം. ഒന്നിതാണ് വി നോ ΔG0 is equal to -NFE0 is equal to -2.303 RT log KC ആണല്ലോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? RT log KCയിൽ നിന്ന് നമുക്ക് log KC കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ we can simply directly say NFE0 is equal to 2.303 RT log KC, or E0 is equal to 2.303 RT by NF.
ഇൻറ്റു ലോഗ് കെ സി. ഇനി റെഡ്യൂസ് ഒന്നുകൂടി ചെയ്താൽ ഈ വാല്യൂ നമുക്കറിയാം സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ 292 കെൽവിനിൽ 0.06 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.06 ബൈ എൻ ഇൻറ്റു ലോഗ് കെ സി. അപ്പോൾ നമ്മൾ ആ റിലേഷൻ ജസ്റ്റ് റെഡ്യൂസ് ചെയ്ത് ഈസറോ ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് എത്തി. ഈസറോ സെല്ലാണ്, ഈസറോ കാഥോഡ് മൈനസ് ഈസറോ ആനോഡ് ആണ്. ഇവിടെ നമ്മൾ അത് കാഥോഡിനെ ആനോഡിനെ ഐഡന്റിഫൈ ചെയ്യണം. സി യു പ്ലസ് ബിക്കം സി യു, ദാറ്റ് ഇസ് റിഡക്ഷൻ ആണ്. ദാറ്റ് ഇസ് കാഥോഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വേണം. സി യു പ്ലസ് ഗിവ്സ് സി യു ടു പ്ലസ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആണ്, ആനോഡ് ആണ്. അപ്പോൾ സി യു പ്ലസ് ആൻഡ് സി യു ഇറ്റ് ഈസ് കാഥോഡ് ആൻഡ് സി യു പ്ലസ് ബാർ സി യു ടു പ്ലസ് ഓ ഇറ്റ് ഈസ് ആനോഡ്. സോ വാട്ട് ഈസ് E0 cell? E0 cathode minus E0 anode. So what is E0 value? 0.52 minus 0.16. Okay, is equal to 0.06 by what's number of electrons transferred in this case? Cu plus into Cu difference etraya? It is 1. Cu plus into Cu2 plus difference etraya? It's again 1. The difference is 1. So number of electrons transferred is 1, 1, 1. Alle? So n value it is 1. And log Kc. 0.52 minus 0.16. 0.5 minus 0.1 it is 0.4. 0.36 എങ്ങനെ വരും അല്ലേ? 0.36 അല്ലേ? 0.36 by 0.06 എന്ന് വരും. So log Kc is equal to 0.36 divided by 0.06 എന്ന് പറഞ്ഞാൽ 36/6 it is 6 and Kc is equal to എത്ര വരും? It is 10⁻6 എന്ന റേഞ്ചിൽ വരും അല്ലേ? നമ്മൾ ഇത് വാല്യൂസിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? 1.2 into 10⁻6 എന്ന റേഞ്ചിൽ വരും. ഓപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻6 ആൻസർ വരും. ശരിയല്ലേ? ഓക്കെ, 1.2 into 10⁻6. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഞാൻ ചെയ്ത മെത്തേഡ് മനസ്സിലായോ? ഒത്തിരി സ്റ്റെപ്സ് അതിൽ വരുന്നില്ല, ഞാനത് ഇങ്ങനെ കൊണ്ടുപോയി എന്നുള്ളൂ. ഡെൽറ്റ ജി മൈനസ് എൻ ഓഫ് E0 മൈനസ് 3 RT ലോഗ് കെ സി കൊടുത്തു, ഇക്കൂട്ട് ചെയ്ത് പോയി. അപ്പോൾ അവിടുന്ന് E0 കണ്ടെത്തി. E0 0.06 ബൈ എൻ ഇൻറ്റു ലോഗ് കെ സി. ഈ ഫോർമാറ്റ് അറിയാമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. ഇനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്സിന് ബൈപ്പാസിലുള്ള ഓപ്ഷൻ കൂടെ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഇക്വേഷൻ എന്താണ്? ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.06 ബൈ എൻ ലോഗ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ്. ഓക്കെ അല്ലേ കൊടുക്കണ്ടേ? ഇത് ആക്ച്വലി QC അല്ലേ? QC. ആൻഡ് അറ്റ് equilibrium what is QC? It is KC ആവും. അപ്പോൾ E0 സെല്ല് മൈനസ് 0.06 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ലോഗ് KC. ഇത് 0 വരും. അറ്റ് equilibrium ഈ സെല്ല് 0 അല്ലേ വരിക? അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയില്ലേ? അപ്പോൾ നമ്മൾ ഒറ്റടിക്ക് ഇങ്ങനെ എത്തിക്കാം. E0 സെല്ല് is equal to 0.06 ബൈ എൻ ഇൻറ്റു ലോഗ് KC. ഇവിടെ E0 സെല്ല് എന്ന് പറഞ്ഞാൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണ്. 0.52 മൈനസ് 0.16 is 0.36 ബൈ 0.06 is equal to 6 എന്ന് വരും. So log KC is equal to 6, KC is equal to 10⁻6 എന്ന് വരും. ഓക്കെ അല്ലേ? again so we'll get option D again answer. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും? അതിനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. ക്വസ്റ്റ്യൻ നമ്പർ 29. The electrical work done during the reaction at 200 Kelvin, 2 Hg liquid plus Cl2 gas gives HgCl2 is given that E0 chlorine bar chloride is equal to 1.36 and HgCl2 bar Hg2Cl. ആ റിയാക്ഷനിലെ 2.27 വോൾട്ട് ആണ്. ആൻഡ് പ്രഷർ ക്ലോറിൻ ഇസ് 180 m ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താണ്? ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ഡെൽറ്റ ജി. വാട്ട് ഇസ് ഡെൽറ്റ ജി? ദിസ് മൈനസ് എൻ ഓഫ് E0 മൈനസ് എൻ ഓഫ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഓഫ് E0. ഓക്കെ, സോ ഇവിടെ വാല്യൂ നോക്കാം. മൈനസ് എൻ എത്രയാ? Hg ഇൻറ്റു Hg2Cl2 അല്ലേ? Hg2 2 പ്ലസ് വരുന്നില്ലേ? അപ്പോൾ 2 Hg അല്ലെങ്കിൽ
chlorine become chloride, Cl2 become 2Cl minus ആയിട്ട് മാറുന്നുണ്ട്. സോ ഡിഫറൻസ് ഈസ് 2 ആണ്. ഇവിടെ റിയാക്ഷനിൽ HG plus chlorine giving Hg2Cl2. ഇവിടെ ഒരു ക്ലോറിൻ 0 സ്റ്റേറ്റില്ല, ഇവിടെ ഒരു ക്ലോറിൻ -1 ഇല്ല, 2 ക്ലോറിൻ 2 മൈനസിലേക്ക്. ഇപ്പോൾ ഡിഫറൻസ് എത്രയാ? ക്ലോറിന് മാത്രം ഡിഫറൻസ് 2 ആണ് വരിക, ക്ലോറിനിൽ മാത്രം ഡിഫറൻസ് 2 വരും. മെർക്കുറി 0 സ്റ്റേറ്റില്ല, ഇവിടെ ഒരാൾ +1 ഇല്ല, രണ്ടാൾക്കും കൂടെ +2 ആ, Hg2 പ്ലസ് ഡിഫറൻസ് 2 ആ. അപ്പോൾ n വാല്യൂ 2 ആണ്. -2 ഇൻറ്റു F96500 ഇൻറ്റു E0 എത്രയാ? E0 കാഥോഡ് മൈനസ് ആനോഡ് അല്ലേ. മെർക്കുറി Hg ഇവിടെ നോക്കൂ, ക്ലോറിൻ അണ്ടർഗോസ് ഓക്സിഡേഷനോ റിഡക്ഷനോ? Cl2 -1 ക്ലോറിൻ റെഡ്യൂസ്ഡ് ആണ്, Cl2 0 പോസിറ്റീവ് 0ൽ നിന്ന് -1 സോ ക്ലോറിൻ അണ്ടർഗോസ് റിഡക്ഷൻ ആണ്. അവിടെ കാഥോഡ് ആണ്, ക്ലോറിൻ്റെ വാല്യൂ 1.36 ആണ്. അപ്പോൾ E0 കാഥോഡ് മൈനസ് E0 ആനോഡ് അല്ലേ വരിക. അപ്പോൾ ഇവിടെ Hg2Cl2 ഇവിടെ ഏതാണ്? Hg ഇൻറ്റു Hg2 എന്താണ്? അണ്ടർഗോസ് ഓക്സിഡേഷൻ ആണ്, അതിൻ്റെ വാല്യൂ 0.27 ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് വാല്യൂ വരും, അതാണ് അവിടുത്തെ വർക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് വർക്ക് ΔG = പ്രൊഡക്റ്റ് ചെയ്ത് നോക്കുക, എത്ര വാല്യൂ വരിക? ഇറ്റ് ഇസ് 210.37 എന്ന് വരും കേട്ടോ. 210.37 എന്ന് വരും ജൂൾ, കിലോ ജൂൾ പെർ മോൾ. ഓപ്ഷൻ എ വിൽ ബി ആൻസർ. ഇവിടെ ഇലക്ട്രിക്കൽ വർക്കാണ്, ദാറ്റ് ഇസ് ΔG ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു -NF E0. ഇവിടെ E0 സെല്ല് തന്നിട്ടില്ല, അത് തന്ന റിയാക്ഷനിൽ കാഥോഡും ആനോഡും ഐഡൻറ്റിഫൈ ചെയ്യുക. ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ പെയറാണ് ആനോഡ്, ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് ആ പെയറാണ് കാഥോഡ്. E0 കാഥോഡ് മീൻസ് E0 ആനോഡ് ചെയ്തിൽ എന്ത് കിട്ടും? E0 സെല്ല് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30. ഇൻ ദി ഇലക്ട്രോലൈസ് ഓഫ് വാട്ടർ 1 farad ഓഫ് ഇലക്ട്രിക് എനർജി വുഡ് ലിബറേറ്റ്. 1 farad എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് ലിബറേറ്റ് 1 equivalent എന്നാ. 1 farad of electricity is corresponds to 1 equivalent of anything. ഒരു ഫാരഡേ കൊണ്ട് ഒരു ഇക്വലന്റ് നമുക്ക് സബ്സ്റ്റൻസ് ലിബറേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഫോർ ഓക്സിജൻ ആണെങ്കിൽ ഇറ്റ് ഈസ് 8 ഗ്രാം ആയിരിക്കും. 8 ഗ്രാം ഓക്സിജൻ ആണ് ഒരു ഇക്വലന്റ്. ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ ആണ് ഒരു ഇക്വലന്റ്. ദെൻ മെറ്റൽ ലൈക്ക് പൊട്ടാസ്യം ആണെങ്കിൽ, കാൽസ്യം ആണെങ്കിൽ 20 ഗ്രാം, അലുമിനിയം ആണെങ്കിൽ 9 ഗ്രാം. ദർ 1 equivalent. So 1 Faraday can displace 1 equivalent of the element ആണ്. 1 Faraday 1 equivalent ആണ്. അപ്പോൾ ഇവിടെ 1 mole of oxygen never happened. It's only 8 gram. 1 gram of oxygen ഇല്ല. It is 8 gram oxygen. It's correct answer. So 1 Faraday can displace only 1 equivalent ആണ്. ഇവിടെ 1 mole oxygen എന്ന് പറഞ്ഞാൽ it is 16 gram ആണ് എന്ന് പറഞ്ഞാൽ 2 into 8 grams ആണ് എന്ന് പറഞ്ഞാൽ 2 equivalent ആണ്. 2 equivalent ഡിസ്പ്ലേസ് ചെയ്യാൻ 2 ഫാരഡേ കറണ്ട് വേണം. 1 gram atom of oxygen എന്ന് പറഞ്ഞാൽ അഗെയിൻ 16 gram ആണ് എന്ന് പറഞ്ഞാൽ 2 into 8 gram ആണ്. സോ ദാറ്റ്സ് 2 equivalents ആണത്. 2 ഫാരഡേ വേണം. 8 gram എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 equivalent, 1 ഫാരഡേ 1 equivalent, 1 ഫാരഡേ 1 equivalent. 22.4 ലിറ്റർ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 mole O2 ആണ് എന്ന് പറഞ്ഞാൽ 32 gram ആണ് എന്ന് പറഞ്ഞാൽ 4 into 8 ആണ് എന്ന് പറഞ്ഞാൽ 4 equivalent. സോ റിക്വയർ 4 ഫാരഡേസ്. സോ 1 ഫാരഡേ 1 equivalent, 1 ഫാരഡേ 1 equivalent. 1 equivalent oxygen is 8 gram. So 1 Faraday can displace only 1 equivalent 8 gram of oxygen. ഇനി given that cobalt 3+ reduction തന്നിട്ടുണ്ട്, corresponding oxidation potential is given -1.81 ആണ്. But the program is reduction. അപ്പോൾ ഞാൻ അതിൻ്റെ E0 റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാർക്ക് ചെയ്യാണ്. +1.81 വോൾട്ട് തന്ന റിയാക്ഷൻ കറസ്പോണ്ടിങ്ങിൽ തിരുത്തി എഴുതുന്നുള്ളൂ. PB+4 ഇതും റിഡക്ഷൻ ആണ്. E0 ഓക്സിഡേഷൻ വരെ ഞാൻ എന്ത് ചെയ്യാണ്? E0 റിഡക്ഷൻ പൊട്ടൻഷ്യൽ എഴുതുകയാണ്. ഇസ് ഈക്വൽ ടു +1.67 വോൾട്ട്. സേറിയം +4 +1 +3 ആണ്. സെക്കൻഡ് റിഡക്ഷൻ ഓക്സിഡേഷൻ തന്നിരിക്കുന്നത് E0 റിഡക്ഷൻ എഴുതാം. ഇറ്റ് ഈസ് +1.61 വോൾട്ട്. നൗ ബിസ്മത്തിന്റെ റിഡക്ഷൻ്റെ കേസിലോ ഇറ്റ് ഈസ് E0 റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ എത്രയാ? +0.20 വോൾട്ട്.
ദ ഓക്സിഡൈസിങ് പവർ ഓഫ് ദ സ്പീഷീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദി ഓർഡർ. ഓക്സിഡൈസിങ് പവറാണ് ചോദിച്ചത്. E0 വാല്യൂ റിഡക്ഷൻ്റെ നമ്മൾ പഠിച്ചു വെച്ചാൽ എങ്ങനെയാ? E0 റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ റെഡ്യൂസിങ് പവർ കൂടുന്നാ പറയാ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾക്ക് എന്ത് ചെയ്യും? റെഡ്യൂസിങ് പവർ ഏറ്റവും കുറവായിരിക്കും. അല്ല, ഇസറോ വാല്യൂ കുറഞ്ഞ ആൾക്ക് റെഡ്യൂസിങ് പവർ സ്ട്രോങ് ആയിരിക്കും. ലിഥിയമാണ് ലീസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്, സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ആളാണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വരിക. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയാൽ ഓക്സിഡൈസിങ് പവർ ആണ് കൂടുക. അപ്പോൾ ഈ തന്നുള്ളതിൽ 1.8, 1.67, 1.61 ആൻഡ് 0.2 ഇതിൽ ആർക്കാണ് ഹയസ്റ്റ് വാല്യൂ? ഇറ്റ് ഈസ് 4 കോബാൾട്ട് ആണ്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിലാണ് പറയേണ്ടത്. സോ ഇതിൽ ആരാണ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്? കോബാൾട്ട് 3+ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. സോ it undergoes reduction greatly. സോ കോബാൾട്ട് 3+ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി 1.81 കഴിഞ്ഞപ്പോൾ 1.67 ആണ്. കറസ്പോണ്ടിങ് Pb+4 ആണ്. സോ സെക്കൻഡ് പ്ലേസ് Pb+4. തേർഡ് പ്ലേസ് ആയിരിക്കാണ് Cerium+4. Cerium+4. And finally it is bismuth. It is stability അല്ല ഓക്സിജൻ പവർ ഏറ്റവും കുറഞ്ഞ ആള്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ആൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾ റെഡ്യൂസിങ് ഏജന്റ്. ഇനി വേറെ ഇത്രയൊന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങളുടെ ഐഡിയ ഓൾറെഡി നിങ്ങളുടെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവുക. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ടേമിൽ ആയതുകൊണ്ടാണ് ആ ടേമിൽ ഞാൻ ആൻസർ പറഞ്ഞത്. ഇനി നോക്ക്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആള് റെഡ്യൂസിങ് ഏജന്റും കൂടിയ ആൾ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയാൽ ഓക്സിജൻ പൊട്ടൽ കുറയും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ആൾക്കാണ് ഓക്സിജൻ പൊട്ടൽ ഏറ്റവും കുറവുണ്ടാവുക. അപ്പോൾ ഓക്സിജൻ പൊട്ടൽ കുറഞ്ഞ ആളാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജന്റ്. -1.8, -1.6 ഇതല്ലേ ലീസ്റ്റ്. അപ്പോഴും കൊബാൾട്ടാണ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. ദെൻ lead, then cerium, then finally bismuth. ആൻസർ ഓപ്ഷൻ ഡി തന്നെ, മാറ്റമൊന്നുമില്ല. Now 32. The conductivity of electrolytic solution depends on. Conductivity എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക? ചാർജ് ആൻഡ് സൈസ് ഓഫ് ദ അയോൺസ് ആൻഡ് ദെയർ സോൾവെന്റ്. ശരിയല്ലേ? The nature of solvent and viscosity. ശരിയല്ലേ? Temperature. ശരിയല്ലേ? All of the above. Option D is the answer. Conductivity depends on the charge and the size of the ions, solvation, hydration of ions, then viscosity of the medium, temperature, that will again can affect the mobility of ions. All these are the factors that affect conductivity. Now 33, incorrect statement is, incorrect statement ആണ് limiting molar conductivity of NaBr minus limiting molar conductivity of NaI. അപ്പോൾ അവിടെ നമുക്കറിയാം ഇവിടുന്ന് Na+ ഉണ്ട്, Na+ന്റെ വാല്യൂ മിസ്സാവും. ബാക്കി എന്താ പറയുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രോമൈഡ് മൈനസ് അയഡൈഡ് ഉണ്ടാവും. ഇവിടെ KBrഉം NaBrഉം ഇല്ലേ? Br ഉം കട്ടായി പോവും. ബാക്കി K+ഉം Na+ഉം അത് ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ. ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ, ഈക്വൽ അല്ല. H2O എന്ന് പറഞ്ഞാൽ HCl + KOH - KCl. H2O എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചേ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ഇൻകറക്റ്റ്. ആൻസർ ആയല്ലോ, നോട്ട് മാച്ചിങ്. ഇവിടെ H2 എന്ന് പറഞ്ഞാൽ HClഉം KOHഉം കൂട്ടിയിട്ട് ഇടുന്നത് എന്ത് ചെയ്യുക? K+ഉം Cl- മൈനസും K+ഉം പോയി, Clഉം പോയി, ബാക്കി ഇവിടെ H+ ഉണ്ടാവും, OH ഉണ്ടാവും, HOHും കൂടി H2O ആയി. കറക്റ്റ് ആണല്ലോ. KCl - NaCl, Clഉം പോയാൽ ബാക്കി K+ ഉണ്ടാവും, Na+ ഉണ്ടാവും. KBr NaBrൽ KBrഉം Brഉം പോയാൽ Na+ഉം K+ഉം. ശരിയല്ല? ഡിഫറൻസ് സെയിം ആണല്ലോ. കറക്റ്റ് ആണ്. NaBr NaCl Na പോയാൽ Br മൈനസും Cl മൈനസും, RB പോയാൽ Br മൈനസും Cl മൈനസും. ശരിയല്ലേ? അപ്പോൾ അവിടെയൊക്കെ സെയിം കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഇൻകറക്റ്റ് മാച്ച് വരുന്നത്. സോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് എനി ഇലക്ട്രോലൈറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് കോൺസ്റ്റന്റ് അയോൺസ്. അല്ലേ? Limiting molar conductivity of any electrolyte is the sum of the limiting molar conductivities of individual ions. That is called Cauchy's law. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ സ്ട്രോങ് പിന്നെ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഫുള്ളി അയണൈസ്ഡ് ആണ്. എന്നാൽ വീക്കോ പാർഷ്യലി അയണൈസ് ചെയ്യുള്ളൂ. ബട്ട് ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ആണ്, അറ്റ് 0 മോളാരിറ്റി ആണ്. ഇൻഫിനിറ്റ് ഡയല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഇലക്ട്രോലൈറ്റും എന്താണ്? 100% ഡിസോസിയേറ്റഡ് ആണ്.
അവിടെ ഒരു സോൾവേഷൻ ഫാക്ടറും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻട്രാനിക് ഇൻട്രാക്ഷൻസ് വർക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും എന്താണ് ഡൈല്യൂട്ടഡ് സിറ്റുവേഷൻ ആണ് എന്ത് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ദ മാക്സിമം കണ്ടക്ഷൻ ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മാക്സിമം കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വെരി മച്ച് ഡൈല്യൂട്ടഡ് സ്റ്റേറ്റിലാണ്. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആവട്ടെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആവട്ടെ യു വിൽ ഗെറ്റ് ദ മാക്സിമം കണ്ടക്ഷൻ അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ആ ഒരു കേസിൻ്റെ ബേസിലാണ് കോൾറിഷസ് ലോ വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവരെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓപ്ഷൻ എ വേണമെങ്കിൽ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NA പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് BR മൈനസ് ആണ് അക്കോർഡിംഗ് ടു കോൾറിഷസ് ലോ. മൈനസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NA പ്ലസ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് I മൈനസ്. ഇവിടെ നമുക്ക് ഈ NA പ്ലസ് കട്ട് ചെയ്ത് കളയാം. ബാക്കി ഇത് ഈ രണ്ടാളാണ് ഉണ്ടാവുക. ഇത് പോയി ബാക്കി ഈ രണ്ടാളാണ് ഉണ്ടാവുക. പ്രൊഡക്റ്റ് സൈഡിലോ ഇതെന്ന് പറഞ്ഞാൽ K പ്ലസും BR മൈനസുമാണ്. ഇവിടെയോ NA പ്ലസും BR മൈനസുമാണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ BR മൈനസ് പോയി. അപ്പോൾ K പ്ലസും NA പ്ലസും ബാലൻസ് ഉള്ളത്. The sum of limiting molar conductivities of bromide and iodide and K plus and Na plus എങ്ങനെ equal ആവുക? different ions, different conduction, different values, so they are not equal. Option A is incorrect. Clear? Now question 34. The electrolyte in a H2O2 fuel cell is H2O2 fuel cell electrolyte ആൽക്കലിയാണ് യൂസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടോ, H2 ഗ്യാസ് നമ്മൾ എവിടെ സപ്ലൈ ഉണ്ട്? O2 സപ്ലൈ ഉണ്ട്. സാധാരണ ഇലക്ട്രോലൈസ് എല്ലാം ഹൈഡ്രജൻ ഫോംഡ് ആയിട്ട് കാഥോഡ്, ഓക്സിജൻ ഫോംഡ് ആയിട്ട് ആനോഡാണ്. ബട്ട് ഇവിടെ ഇലക്ട്രോലൈറ്റിക് സെല്ലല്ല, ഇലക്ട്രോലൈസിസ് ആണ്, ഗാൽവാനിക് സെല്ലാണ്. അവിടെ H2 എവിടെ നമ്മൾ സപ്ലൈ ഉണ്ട്? ടു ആനോഡാണ്. where it undergoes oxidation and O2 supplied to cathode ആണ്, where it undergoes reduction. Okay, here electrolyte user is alkali. Now question number 35. Among the following cells, Leclanche cell, Leclanche cell, nickel cadmium cell, lead storage battery, mercury cell. Primary cell എന്ന് പറഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളാണ്, റീയൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. ലെഡ് സ്റ്റോറേജ് സെക്കൻഡറി ആണ്, നിക്കൽ കാഡ്മിയം സെക്കൻഡറി ആണ്. Leclanche cell dry cell primary and mercury cell primary. 1 and 4 ആണ് ഓപ്ഷൻ D ആണ് ആൻസർ. 1 and 4 ഓപ്ഷൻ D is the answer. Now 36. The conductivity of a weak acid HA whose concentration is 0.001 molar is given. K given ആണ്, molarity given ആണ്. If limiting molar conductivity is given, the ionization constant Ka is equal to Ka കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് സ്പെസിഫിക് കണ്ടക്ടൻസ് K തന്നിട്ടുണ്ട്, മൊളാരിറ്റി തന്നിട്ടുണ്ട്. സോ ഹൗ ടു ഗെറ്റ് ദ മൊളാരിറ്റി അറ്റ് കോൺസെൻട്രേഷൻ C? K into 1000 by molarity. ശരിയല്ലേ? ഇസ് K എത്രയാ? ഇറ്റ് ഈസ് 2.0 into 10 raised to minus 5 Siemens centimeter into that is conductivity into molarity. K 1000 അല്ലേ? 1000 divided by molarity is 0.001. അപ്പോൾ എന്ത് വരും നമുക്കിത്? 0.001 അല്ലേ? ആ വാല്യൂ ദിസ് ഇസ് 10⁻², then 10⁻³ മോള് പോയത് 10⁻³ അല്ലേ? അത് മോള് പോയി 10⁻³ തന്നെ ആയില്ലേ? അപ്പോൾ 10�6. അപ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 20 എന്ന് വരും. 20 ഇറ്റ് ഇസ് ഈക്വൽ ടു 20 എന്ന് വരും. 20 അല്ലേ വരിക? യെസ്. അപ്പം അങ്ങനെയെങ്കിൽ ലാംഡ MC ഇസ് ഈക്വൽ ടു എത്ര വരിക? ഇറ്റ് ഈസ് 20 എന്ന് വരും. നൗ വി നോ degree of dissociation alpha is equal to molar conductivity at concentration C divided by limiting molar conductivity is equal to 20 by limiting molar conductivity 190. ഇതാണ് എന്ത്? ആൽഫയുടെ വാല്യൂ. or 2/19 ആൽഫയുടെ വാല്യൂ. ഇനി
എന്നാൽ നിയർലി 1/10 നിയർലി 0.1 അപ്രോക്സ് 0.1 ആണ് വാല്യൂ വരിക. നിയറർ ടു 0.1 കൊടുത്തുവിടാം നമുക്ക്. 2/19 മീൻസ് 2/20. സോ 1/10 നിയറർ ടു 0.1 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ നെഗ്ലിജിബിളി സ്മോൾ ഒന്നുമല്ല. Now for a weak monoprotic acid, its dissociation HA gives H plus and A minus. അപ്പോൾ C minus C alpha, C alpha, C alpha. Ka is equal to ഓർക്കുന്നുണ്ടോ? C alpha square by 1 minus alpha എന്ന് വരും. C എത്രയാ? 0.001 into alpha എത്രയാ? 0.1 ന്റെ സ്ക്വയർ divided by 1 minus 0.1. ഓക്കെ, 0.1ന്റെ സ്ക്വയർ 10⁻²- ആണ്. 10⁻² into 10⁻3 it is 10⁻5. 1 minus 0.1 it is 0.9. അപ്പോൾ എത്ര വരെ ഇത്? അപ്പോൾ നിയറർ ടു വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് 10⁻⁻5. സോ 1/0.9 ഇൻറ്റു 10⁻5 എന്ന് കിട്ടിയില്ലേ? 1/0.9 ഇൻറ്റു 10⁻5. 1/0.9 എന്ന് പറഞ്ഞാൽ നിയർലി 1 അല്ല, 1 something ഉണ്ടാവും. You can simply take it as 1.2 something into 10⁻5 or it is 12 into 10⁻6 എന്ന് കൊടുക്കാം. 12 into 10⁻6 ഓപ്ഷൻ ഡി അല്ലേ? ഇറ്റ് ഇസ് 12 into 10⁻6 ഓപ്ഷൻ എത്ര വരും? ഓപ്ഷൻ ഡി എന്ന് വരും. ചെയ്ത് മനസ്സിലായോ? ഇത്രയുള്ള പ്രോഗ്രാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കെ തന്നിട്ടുണ്ട്, മൊളാരിറ്റി തന്നിട്ടുണ്ട്. So first find the limiting molar conductance at its concentration C കണ്ടുപിടിക്കുക. Now find alpha by using the relation infinite dilution. മോളാർ കണ്ടക്ടൻസിൻ്റെയും അറ്റ് സിയും നമുക്ക് റേഷ്യോ എടുത്ത് എന്ത് കിട്ടും? ആൽഫ കിട്ടും. And for equilibrium constant K is equal to C alpha square by 1 minus alpha. So the answer is 12 into 10⁻6. Okay. Now question number 37. For the given figure, identify the incorrect statement from the option given below for the above cell. ഈ സെല്ലിൽ 1 molar zinc sulfate, here again 1 molar copper sulfate solution. ഈസ്റ്റർ വാല്യൂസ് ഗിവൺ ആണ്. ഇവിടെ സിങ്ക് ആനോഡ് ആണ് ആൻഡ് കോപ്പർ കാഥോഡ് ആണ്. ഇവിടെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കാഥോഡ് എത്രയാ? 0.34 വോൾട്ട് മൈനസ് ഈ ആനോഡ് എത്രയാ? -0.76 ആണ്. ഇത് 1.1 വോൾട്ട് ആണ് ഈ സീറോ സെൽ എന്ന് പറഞ്ഞാൽ. ശരി, നോ ഈ എക്സ്റ്റേണൽ ഇവിടെ ഉണ്ട്. നോ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എക്സ്റ്റേണൽ വോൾട്ട് സപ്ലൈഡ് ഈസ് ലെസ് ദാൻ 1.1 വോൾട്ട്. ഇവിടെ ബേസിസ് ഇതാണ്. ഇവിടെ ഫോർവേഡാണ് ബാക്ക്വേർഡാണ് നടക്കും, നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന 1.1 വോൾട്ട് നമുക്ക് വരുന്ന വാല്യൂ. നമ്മൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂ 1.1 വോൾട്ട് ആണെങ്കിലോ നോർമലി ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺ പോവുക. ആനോഡിൽ മെറ്റൽ അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് ഡിസോൾഡ് ആണ്. കാഥോഡിൽ ഡെപ്പോസിഷൻ ആണ് സംഭവിക്കുക. ഇലക്ട്രോൺ ഗോ ടു കാഥോഡ് ആണ്, ത്രൂ ഫ്രം ആനോഡ് ടു കാഥോഡ് ആണ് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ എക്സ്റ്റേണൽ വോൾട്ട് 1.1 ഈക്വൽ ആണെങ്കിലോ അവിടെ എന്തില്ല? നെറ്റ് ഫ്ലോ ഉണ്ടാവില്ല, സ്റ്റോപ്പ് ആവും. ആനോഡ് ഡിസോൾവ് ചെയ്യില്ല, കാഥോഡ് ഡെപ്പോസിഷനും ഇല്ല. എന്നാൽ ഇഫ് എക്സ്റ്റേണൽ വോൾട്ടേജ് ഇസ് ലെസ് ദാൻ 1.1 വോൾട്ട് ആണെങ്കിലോ ജസ്റ്റ് ആനോഡ് അണ്ടർഗോസ് ഫർദർ ഓക്സിഡേഷൻ ആൻഡ് കാഥോഡ് ഡെപ്പോസിഷൻ, ആനോഡ് ഡിസോൾവ് ചെയ്യും. എക്സ്റ്റേണൽ വോൾട്ടേജ് മോർ ദാൻ 1.1 വോൾട്ട് ആണെങ്കിലോ റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. കോപ്പർ ഡിസോൾഡ് ആൻഡ് സിങ്ക് ഡെപ്പോസിറ്റഡ് ആയിട്ട് മാറും. ഇവിടെ എക്സ്റ്റേണൽ വോൾട്ട് ലെസ് ദാൻ 1.1 വോൾട്ട് ആണെങ്കിൽ സിങ്ക് ഡിസോൾവ്സ് ശരിയാണ് ആൻഡ് കോപ്പർ ഡെപ്പോസിറ്റ് കറക്റ്റ് ആണ്. ഇവിടെ C equal to 1.1 there is no flow കറക്റ്റ് ആണ്. ഇഫ് എക്സ്റ്റേണൽ വോൾട്ടേജ് ഇസ് മോർ ദാൻ 1.1 വോൾട്ട് ഇലക്ട്രോൺ ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്, അതും കറക്റ്റ് ആണ്. ഇവിടെ ഇസ് മോർ ദാൻ 1.1 സിങ്ക് ഡിസോൾവ് അല്ല, റിവേഴ്സ് ഈസ് ഹാപ്പൻഡ്. സിങ്ക് ഈസ് ഗെറ്റിംഗ് ഡെപ്പോസിറ്റഡ്, കോപ്പർ ഡിസോൾവ്. അത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ലാസ്റ്റിൽ അല്ല, ഫ്രണ്ട് പേജിൽ ഫസ്റ്റും സെക്കൻഡും പേജിൽ കൊടുത്തിരിക്കുന്ന കഥയാണ്. ഗാൽവാനിക് സെല്ലിൻ്റെ അതിൻ്റെ വർക്കിംഗ് കൊടുക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ വോൾട്ടേജോട് കണക്ട് ചെയ്യാനും അതുവഴി അവിടെ എന്ത് ചെയ്യാം? ആ റിയാക്ഷനെ റിവേഴ്സ് ചെയ്യിക്കാം. ഗാൽവാനിക് സെല്ലിനെ ഇലക്ട്രോലൈറ്റിക് സെല്ലായിട്ട് കൺവേർട്ട് ചെയ്യാം. ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാളും കൂടിയൊരു പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റേണലി കണക്ട് ചെയ്താൽ ഗാൽവാനിക് സെല്ലിലെ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ബിക്കം ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് മാറും. എന്തായാലും മാറും? ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് മാറും എന്നുള്ളതാണ്. Now 38.
If E zero cell for the given reaction has negative value, which of the following gives the correct relation for delta G and equilibrium? If E zero is negative, delta G is equal to minus n of E zero. അപ്പോൾ delta G become positive. delta G positive. delta G positive വന്നാൽ we know delta G is equal to minus 2.303 പോട്ടെ minus RT log Kc. From this what is Kc? log Kc is equal to അതല്ലെങ്കിൽ ഇവിടെ log Kc is equal to minus delta G by RT. ഇവിടെ ഡെൽറ്റ ജി പോസിറ്റീവ് വന്നാൽ ലോഗ് കെ സി എന്താവും നെഗറ്റീവ് ആവും. ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ. LOG കെ സി എന്താവും സെക്കൻഡ് നെഗറ്റീവ് ആവും. അപ്പോൾ ലോഗ് കെ സി എന്താ വരിക? ലോഗ് കെ സി ഇവിടെ നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് എക്സ് ആണെങ്കിൽ 10⁻⁻x എന്ന ഫോർമാറ്റ് ആവും. എന്ന് പറഞ്ഞാൽ 1/10⁻x എന്ന ഫോർമാറ്റ് വരും. എന്ന് പറഞ്ഞാൽ the value is less than 1. The value less than 1. അപ്പോൾ ഡെൽറ്റ ജി മോർ ദാൻ 0, കെ ഇക്വിലിബ്രിയം ലെസ് ദാൻ 1. ഓപ്ഷൻ എ is the answer. അപ്പോൾ ഈ 0 നെഗറ്റീവ് ആയാൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആയ കെ സി വാല്യൂ ലെസ് ദാൻ 1 ആയിട്ട് വരും. ഓപ്ഷൻ എ is the answer. 39. The conductance of 0.1 molar KCl whose conductivity is given filled in a conductivity cell is Y ohm. Molarity given ആണ്, conductivity K given ആണ്, and conductance also given ആണ്. കണ്ടക്ടൻസും given ആണ്. അപ്പോൾ നമുക്കൊരു സെല്ലിൻ്റെ ക്വാളിറ്റി രണ്ടെണ്ണം ആയില്ലേ. സെൽ കോൺസ്റ്റന്റ് നമുക്ക് റിലേഷൻ അറിയാം. കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു 1/r ഇൻറ്റു ജി സ്റ്റാർ ആണ്. or G star is equal, cell constant is equal to conductivity into resistance ആണ്. What is resistance? 1/conductivity, conductance ആണ്. അപ്പോൾ K എത്രയാ? Conductance of 0.1 molar solution is Y ആണ് എന്ന് പറഞ്ഞാൽ Y ആയി. K എത്രയാ? Conductivity X ആണ്. അപ്പോൾ G star is equal to X/Y എന്ന് കിട്ടും. കാരണം K into R എന്ന് പറഞ്ഞാൽ K into 1/C ആവും. C for conductance. അപ്പോൾ ഇറ്റ് ഇസ് X/Y ആണ് G സ്റ്റാർ വരിക. സെക്കൻഡ്ലി, if the conductance of 0.1 molar NaOH filled with the same cell is Z, പുതിയ കണ്ടക്ടൻസ് ഗിവൺ ആണ് Z ആണെങ്കിൽ the molar conductance of NaOH will be. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം അല്ലേ. you know K is equal to 1/r into G star. 1/r ആണ് പുതിയ കണ്ടക്ടൻസ് എത്രയാ? ഇറ്റ് ഈസ് Z എന്ന് പറയുന്നുണ്ട്. Z ഇൻറ്റു ജി സ്റ്റാർ സെയിം സെല്ലായതുകൊണ്ട് സെൽ കോൺസ്റ്റന്റ് മാറില്ല. ഇറ്റ് ഈസ് X/Y. അപ്പോൾ വാട്ട് ഈസ് ദ ന്യൂ കണ്ടക്ടിവിറ്റി? Z ഇൻറ്റു X/Y, ZX/Y. ദാറ്റ്സ് എ ന്യൂ കണ്ടക്ടിവിറ്റി. ഇനി മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കണം. വി നോ മോളാർ കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് കണ്ടക്ടൻസ് ഇൻറ്റു 1000 by molarity. ഇവിടെ K എത്ര വാല്യൂ? Z ഇൻറ്റു X/Y ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ M എത്രയാ? മൊളാരിറ്റി എത്രയാ? 0.1 അല്ലേ. ഇറ്റ് ഈസ് 0.1. അപ്പോൾ 10⁻⁴ വരും അല്ലേ. സോ ഫൈനൽ ആൻസർ Z ഇൻറ്റു X/Y ഇൻറ്റു 10⁻⁴. 10⁻⁴. 10⁻⁴ ZX/Y. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. അപ്പോൾ ആദ്യം തന്ന ഡാറ്റ കണ്ടക്ടൻസും കെയും തന്നു. അപ്പോൾ നമ്മൾ ജി സ്റ്റാർ കണ്ടുപിടിച്ചു. അപ്പോൾ സെല്ല് ഡിഫൈൻഡ് ആയി. സെല്ലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോലൈറ്റ് മാറ്റിയപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി മാറി. പുതിയ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചു. ആ സൊല്യൂഷൻ്റെ മോളർ കണ്ടക്ടൻസ് ചോദിച്ചാലോ? കണ്ടക്ടൻസ് ഇൻറ്റു 1000 സ്പെസിഫിക് കണ്ടക്ടൻസ് ഇൻറ്റു 1000 മൊളാരിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. The final answer is ZXY YY into 10⁻⁴. Option B. And finally, the resistance of one normal solution of acetic acid is given. R is given ആണ്. When measured in a cell constant 1.15 ആണ്. G star given ആണ്. The equivalent conductance in ohm inverse one normal nitric acid. അപ്പോൾ ആദ്യം സ്പെസിഫിക് കണ്ടക്ടൻസ് K കാണണം.
1/r ഇൻറ്റു ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ 1/r എത്ര? ഇറ്റ് ഈസ് 250. 1/250 ആണ്. ഇൻറ്റു ജി സ്റ്റാർ എത്രയാ? ഇറ്റ് ഈസ് 1.15 ആണ്. സോ 1.15/250 ആണ് കെ വരിക. Now equivalent conductance is equal to specific conductance into 1000 by normality. Okay അല്ലേ? K എത്രയാ? 1.15 into 1000 divided by 250 into what's normality? This one normal solution. So 150 divided by 250. So 115/25. So 100/25 second 4 something ഉണ്ടാവും. So it's 4.6. This 4.6 is the answer. ശരിയല്ലേ? ചെയ്ത് നോക്ക്. 1150/250 എന്ന് പറഞ്ഞാൽ 0 കട്ടായി. 115/25. 100/25 4 പിന്നെ 15/25. ഓക്കെ ശരി. ഇറ്റ് ഈസ് 4.6. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസ്കഷൻ പേപ്പറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏറെക്കുറെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇലക്ട്രിക് കെമിസ്ട്രി അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, ബാക്കിയുള്ള സമയം എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുക, എക്സാംസ് നല്ലപോലെ എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ ദെൻ ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് JEE നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് JEE ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ